ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ യൂണിറ്റ് 2 ഓർഗാനിക് കെമിസ്ട്രിയിലെ പുതിയൊരു മോഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. മോഡ്യൂൾ 5, അതായത് യൂണിറ്റ് 2ൻ്റെ ലാസ്റ്റ് മോഡ്യൂളായ മോഡ്യൂൾ 5 നാച്ചുറൽ പ്രോഡക്ട്സ് ആൻഡ് ബയോമോളിക്യൂൾസ്, അതിൻ്റെ പാർട്ട് 1 ആണ് ഇന്നുള്ളത്. നമ്മൾ സിലബസിലെ അതേ ഓർഡറിലാണ് ക്ലാസ് എടുക്കുന്നത്. ഫസ്റ്റ് ടോപ്പിക് ടെർപ്പിനോയിഡ്സ് ആണ്. ടെർപ്പിനോയിഡ്സ് എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് പ്ലാൻ കിങ്ഡത്തിൽ കാണുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ട്സിനെ പറയുന്ന പേരാണ് എന്ത്? ടെർപ്പിനോയിഡ്സ്. നമ്മൾ തെർമൽ ഡീകമ്പോസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഐസോപ്രീൻ ഒരു പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഐസോപ്രീൻ യൂണിറ്റ് നമുക്ക് ഒരു പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ ആ ഒരു അനുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു റൂൾ ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്, ഐസോപ്രീൻ റൂൾ. അത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ്? ടെർപ്പിനോയിഡ്സ് എന്തുകൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത്? ഐസോപ്രീൻ കൊണ്ടാണ് ടെർപ്പിനോയിഡ്സിന്റെ സ്കെലറ്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ നിർമ്മിതമായിരിക്കുന്നത്. അതാണ് നമ്മുടെ ഐസോപ്രീൻ റൂൾ കൊണ്ട് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഡീകമ്പോസ് ചെയ്താൽ ഒരു പ്രോഡക്റ്റ് എന്തായിരിക്കും? ഐസോപ്രീൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇൻഗോൾഡ് പറയുന്നത് നാച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ള എല്ലാ ടെർപ്പിനോയിഡ്സും ഹെഡ് ടു ടെയിൽ രീതിയിലാണ് എന്ത് ചെയ്തേക്കുന്നത്? ലിങ്ക് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ജോയിൻ ചെയ്തേക്കുന്നത് എന്നാണ് ഇൻഗോൾഡ് പറഞ്ഞത്. This divisibility into isoprene units and their head-to-tail union may conveniently be referred to as special isoprene rule. ഈ ഹെഡ് ടു ടെയിൽ അറേഞ്ച്മെന്റിനെ പറയുന്നതാണ് എന്ത്? സ്പെഷ്യൽ ഐസോപ്രീൻ റൂൾ. അതായത് നാച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ള എല്ലാ ടെർപ്പിനോയിഡ്സും ഹെഡ് ടു ടെയിൽ അറേഞ്ച്മെന്റിലായിരിക്കും ഉണ്ടാവുക. ഇതാണ് നമ്മുടെ ഐസോപ്രീൻ യൂണിറ്റ്. ഇതിലെ ഹെഡ് എന്ന് പറഞ്ഞ ഈ ബ്രാഞ്ചിന്റെ പൊസിഷൻ നമുക്ക് ഹെഡ് എന്നും ഇതിനെ നമുക്ക് ടെയിൽ എന്നും പറയാം. ഇതിന്റെ ഹെഡ് ടു ടെയിൽ ആയിരിക്കും എപ്പോഴും. എന്താണ്? എപ്പോഴും അല്ല, നാച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ള ടെർപ്പിനോയിഡ്സിനെല്ലാം ഈ ഹെഡ് ടു ടെയിൽ ജോയിന്റ് ആണെന്നാണ് പറയുന്നത്. ഇതൊരു എക്സാമ്പിൾ ആണ്. എന്തിന്? ടെർപ്പിനോയിഡിന് ഒരു എക്സാമ്പിൾ ആണ്. ഇത് ഒരു ടെർപ്പിനോയിഡും ഇതാണ് നെക്സ്റ്റ് ടെർപ്പിനോയിഡ്. ഇവിടെ നോക്കാം, ഇതെന്താണ്? ഇതിന്റെ ടെയിലാണ് അല്ലേ? ഇത് ടെയിലാണ്, അത് അതിന്റെ ഹെഡുമായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നു. ആ രീതിയിലായിരിക്കും ഇതിന്റെ അറേഞ്ച്മെന്റ്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ടെർപ്പിനോയിഡ്, ഇതാണ് ഈ ഭാഗത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഒന്ന് ഐസോപ്രീൻ റൂൾ സ്റ്റേറ്റ് ചെയ്തിട്ട്, ആ റൂൾ സ്റ്റേറ്റ് ചെയ്തിട്ട് അത് എന്താണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ എന്താണ് ടെർപ്പിനോയിഡ്സിനെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം, അല്ലെങ്കിൽ ഏത് റൂൾ കൊണ്ട് തിരിച്ചറിയാമെന്ന് ചോദിക്കാം. അവർ വേണമെന്നിട്ട് എഡ്മാൻ റൂൾ എന്ന് പറയും, അതല്ലെങ്കിൽ എന്താണ് ഐസോപ്രീൻ റൂൾ, അങ്ങനെ പല പല റൂൾസ് നെയിം കൊടുക്കും. അപ്പം നമുക്ക് കറക്റ്റ് അറിയണം ടെർപ്പിനോയിഡ്സിന്റെ കേസിൽ എന്താണ് ഐസോപ്രീൻ റൂൾ ആണെന്നുള്ള ബോധം ഉണ്ടായിരിക്കണം. പിന്നെ ഈ ഭാഗത്തുനിന്ന് വരാൻ പറ്റുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ടെർപ്പിനോയിഡ്സ്. ഒരു ടെർപ്പിനോയിഡ് തന്നിട്ട് അത് ഏത് തരം ടെർപ്പിനോയിഡ് ആണെന്ന് ചോദിക്കാം. മോസ്റ്റ് നാച്ചുറലി ഒക്കറിംഗ് ടെർപ്പിനോയിഡ് ഹൈഡ്രോകാർബൺ ഹാവ് ദി ജനറൽ ഫോർമുല C5H8N എന്ന ജനറൽ ഫോർമുല ആയിരിക്കും ഒട്ടുമിക്ക ടെർപ്പിനോയിഡ്സിന്. എന്താണ്? C5H8N. ഇനി ഈ N-നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ ഓരോ ക്ലാസ് ആയിട്ട് തിരിക്കുന്നത്. They can be classified on the basis of the value of N or the number of carbon atom present in the structure. ഒന്നെങ്കിൽ നമുക്ക് പറയാം സ്ട്രക്ചർ എന്താണ്, നമ്പർ ഓഫ് N-ന്റെ വാല്യൂ ഓഫ് N-നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാം, അല്ലെങ്കിൽ അത് വെച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതല്ലെങ്കിൽ നമ്പർ ഓഫ് കാർബൺ ആറ്റത്തെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇനി നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് 5 ആണ്, അല്ലെങ്കിൽ N-ന്റെ എണ്ണം 1 ആണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് എന്ത്? ഹെമി ടെർപ്പീൻസ് എന്ന് പറയും. ഹെമി ടെർപ്പീൻസ് ആണ്. എന്താണ്? N-ന്റെ വാല്യൂ 1ഉം. അപ്പം നമുക്കറിയാം ഇവിടെ N-ന്റെ വാല്യൂ 1 കൊടുക്കുമ്പോൾ C5H8 എന്ന് വരും ഫോർമുല അല്ലേ? അപ്പം C5, അപ്പം കാർബണിന്റെ എണ്ണം 5ഉമാണ്. അങ്ങനെ കാർബണിന്റെ എണ്ണം 5 ആണെങ്കിൽ, അല്ലെങ്കിൽ N-ന്റെ വാല്യൂ 1 ആണെങ്കിൽ നമ്മൾ പറയുന്ന പേരെന്താണ്? ഹെമി ടെർപ്പീൻസ് എന്നാണ് അതിനെ പറയുന്നത്. ഇനി N-ന്റെ നമ്പർ 2 ആണെങ്കിൽ നമുക്കറിയാം കാർബണിന്റെ നമ്പർ എത്ര വരും? 10 വരും. അപ്പം നമ്പർ ഓഫ് കാർബൺ ആറ്റം 10 ആണെങ്കിൽ പറയുന്ന പേരാണ് എന്ത്? മോണോ ടെർപ്പിനോയിഡ്സ്. ഓർത്തിരിക്കുക, മോണോ ടെർപ്പിനോയിഡ്സ്. അപ്പം മോണോ ടെർപ്പിനോയിഡ്സിന്റെ ഫോർമുല നമുക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. കാരണം C5H8 നമുക്കൊരു ഐസോപ്രീൻ യൂണിറ്റ് അല്ലേ, അപ്പം C5H8 ആണെന്ന് തോന്നും. പക്ഷേ ഒരിക്കലും C5H8 ആവില്ല. എന്താണ്? 2 ഐസോപ്രീൻ യൂണിറ്റുകൾ ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്ന? ഒരു മോണോ ടെർപ്പിനോയിഡ്സ് ഉണ്ടാകുന്നത്. അതിന്റെ എക്സാമ്പിൾസും ഓർത്തിരിക്കുക. മെർസീന്, ലിമോനിൻ അല്ലെ പൈനീൻ ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? മോണോ ടെർപ്പിനോയിഡ്സിന് എക്സാമ്പിൾ ആണ്. ഇനി സെസ്ക്യൂ ടെർപ്പിനോയിഡ്സ് എന്ന് വെച്ചാൽ 3 ആണ്, N-ന്റെ നമ്പർ 3 ആണ്, അല്ലെങ്കിൽ കാർബണിന്റെ നമ്പർ എന്താണ്? 15 കാർബൺ ആണെങ്കിൽ പറഞ്ഞ പേരെന്ത്? സെസ്ക്യൂ ടെർപ്പിനോയിഡ്സ്. അപ്പോൾ ഓർക്കുക, ഹെമി എന്ന് വെച്ചാൽ N-ന്റെ നമ്പർ 1, മോണോ ടെർപ്പിനോയിഡ് N-ന്റെ നമ്പർ 2, സെസ്ക്യൂ ടെർപ്പിനോയിഡ് എന്ന് വെച്ചാൽ എന്താണ്? N-ന്റെ നമ്പർ 3 ആകുമ്പോൾ. ഇനി ഡൈ ടെർപ്പിനോയിഡ്സ് എന്ന് പറയുന്നത് എന്താണ്? N-ന്റെ നമ്പർ 4 ആകുമ്പോൾ, N = 4 ആവുകയും
കാർബൺ 20 ആവുകയും ചെയ്യുമ്പോഴാണ് ഡൈ ടെർപ്പിനോയിഡ്സ് ആകുന്നത്. മോണോ ടെർപ്പിനോയിഡ്സിന്റെ ഇരട്ടിയാകണം. മോണോ 10 ആണെങ്കിൽ ഡൈ വരുമ്പോൾ എന്ത് വന്നു? 20 വന്നു. അപ്പോൾ നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരും, എന്താണ് മോണോ ഡൈ ട്രൈ എന്ന് പറഞ്ഞ് നമ്മൾ പോകുന്നത് ജസ്റ്റ് ആ ഒരു എന്നിന്റെ നമ്പർ കൂടുന്നതനുസരിച്ച് പോകും. അങ്ങനെയല്ല, എന്നിന്റെ നമ്പർ 1 ആണെങ്കിൽ ഹെമി ടെർപ്പീൻസ്, എന്നിന്റെ നമ്പർ 2 ആണെങ്കിൽ മോണോ ടെർപ്പിനോയിഡ്സ്, 3 ആണെങ്കിൽ സെസ്ക്യൂ ടെർപ്പിനോയിഡ്സ്, 4 ആണെങ്കിലാണ് എന്താണ് ഡൈ ടെർപ്പിനോയിഡ്സ് ആവുന്നത്. അതിനും എക്സാമ്പിൾ റെറ്റിനോൾ, റെറ്റിനാൽ ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഡൈ ടെർപ്പിനോയിഡ്സിന് എക്സാമ്പിൾ ആണ്. അടുത്താണ് സെസ് ടെർപ്പിനോയിഡ്സ്. അതായത് എന്നിന്റെ നമ്പർ 5 ആണെങ്കിൽ സെസ് ടെർപ്പിനോയിഡ്സ് ആകും. 6 ആണെങ്കിലാണ് എന്താവുന്നത്? ട്രൈ ടെർപ്പിനോയിഡ്സ്. മോണോ ടെർപ്പിനോയിഡ്സിന്റെ 3 ഇരട്ടി. അപ്പോഴാണ് ട്രൈ ടെർപ്പിനോയിഡ്സ് നമുക്ക് കിട്ടുന്നത്. ടെട്രാ ടെർപ്പിനോയിഡ്സ് എന്താണ്? മോണോ ടെർപ്പിനോയിഡിന്റെ 4 ഇരട്ടിയാകുമ്പോൾ 8 ആണ് എന്നിന്റെ വാല്യൂ എങ്കിലാണ് ടെട്രാ ടെർപ്പിനോയിഡ് ആവുന്നത്. 8ൽ കൂടുതലാണെങ്കിൽ പോളി ടെർപ്പിനോയിഡ്സ് ആവും. അപ്പം ഇതിന്റെ ഓരോന്നിന്റെയും എക്സാമ്പിൾ, ടെട്രാ ടെർപ്പിനോയിഡിന് എക്സാമ്പിൾ ആണ് കരോട്ടീൻസും കരോട്ടിനോയിഡ്സും ഒക്കെ ടെട്രാ ടെർപ്പിനോയിഡ്സിന് എക്സാമ്പിൾ ആണ്. നാച്ചുറൽ റബ്ബർ എന്താണ്? ഒരു പോളി ടെർപ്പിനോയിഡ് ആണ്. നാച്ചുറൽ റബ്ബർ എന്താണ്? ഒരു പോളി ടെർപ്പിനോയിഡ് ആണ്. സ്ക്വാലിൻ എന്തിന് എക്സാമ്പിൾ ആണ്? ട്രൈ ടെർപ്പിനോയിഡിന് എക്സാമ്പിൾ ആണ്. അങ്ങനെ എല്ലാത്തിന്റെയും എക്സാമ്പിൾ പറഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇതിന്റെ പേര്, നെയിമിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നിങ്ങൾ ടെർപ്പിനോയിഡ്സ് പഠിക്കുമ്പോൾ ഐസോപ്രീൻ യൂണിറ്റ് നോക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ടെർപ്പിനോയിഡ്സ്, അവരുടെ പേര്, അപ്പം അതുപോലെ തന്നെ കാർബണിന്റെ നമ്പർ, പിന്നെ മറ്റൊന്നാണ് എക്സാമ്പിൾസ്. ഇത്രയാണ് ഈ ഭാഗത്ത് വളരെ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇതുവരെ പഠിച്ച ഈ 2 സ്ലൈഡ് പഠിച്ചതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഐസോപ്രീൻ റൂളും ക്ലാസിഫിക്കേഷനും. ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി തന്നെ ഇട്ട് പഠിക്കുക. നെക്സ്റ്റ്, സ്ട്രക്ചർ ഓഫ് ആൽഫ പൈനീൻ. നിങ്ങൾക്ക് സ്ട്രക്ചർ മാത്രമേ പറയുന്നുള്ളൂ. ജസ്റ്റ് ഇപ്പം ഫോർമുല തന്നിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ തന്നിട്ട് ചോദിക്കും ഇത് ഏത് കോമ്പൗണ്ട് ആണെന്ന് ചോദിക്കും. എന്നിട്ട് പറയാം ആൽഫ പൈനീൻ എന്താണ്, എർഗോസ്റ്റിറോൾ, അല്ലെങ്കിൽ എന്താണ് ഗ്ലൈസീൻ, അല്ലെങ്കിൽ ക്യാംഫർ, അങ്ങനെ പല പേരുകൾ തരും. അപ്പം നിങ്ങൾക്ക് അറിയണം ഇതിന്റെ കറക്റ്റ് സ്ട്രക്ചർ ഏതാണ്, എന്തിന്റെ സ്ട്രക്ചർ ആണെന്ന് അറിയണം. ഇതാണ് ആൽഫ പൈനീന്റെ സ്ട്രക്ചർ. ഇത് നമുക്ക് 2 ടൈപ്പിലുള്ള പ്ലസ് ആൽഫ പൈനീനും ഉണ്ട്, മൈനസ് ആൽഫ പൈനീനും ഉണ്ട്. നമ്മൾ സ്റ്റീരിയോ കെമിസ്ട്രി പഠിച്ചപ്പം പഠിച്ചു എന്താണ് പ്ലസ് എന്ന് എന്താണ് മൈനസ് എന്നൊക്കെ. അപ്പോൾ ഇത് നമുക്കറിയാം ഡൗൺ ദ പ്ലെയിൻ ആണെങ്കിൽ, ഇത് ഈ രീതിയിലാണ് ഇതിന്റെ റെപ്രസെന്റേഷൻ എങ്കിൽ അത് പ്ലസ് ആൽഫ പൈനീൻ ആയിരിക്കും. മൈനസ് ആൽഫ പൈനീൻ എങ്ങനെയാണ്? എബവ് ദി പ്ലെയിൻ ആണെങ്കിൽ അത് മൈനസ് ആൽഫ പൈനീൻ ആയിരിക്കും. ചില സ്ട്രക്ചർ വേറെ ഒരു രീതി, ചില സമയത്ത് വേറെ രീതി ചോദിക്കാറുണ്ട്. അതായത് ഇവിടെ തരും ഈ എന്ത് ഈ ഒരു രീതിയിൽ ചോദിക്കാറുണ്ട്. അതായത് ജസ്റ്റ് ഇതേ ഉള്ളൂ. ഇവിടെ എന്താണ്? ഒരു ബ്രിഡ്ജിങ് വരുന്നു. ഒന്നുകിൽ ഇതാകാം ബ്രിഡ്ജിങ്, അല്ലെങ്കിൽ ഇവിടെ ആകാം ബ്രിഡ്ജിങ്, അല്ലേ? അപ്പം ബ്രിഡ്ജിങ് തരുന്ന രീതിയിൽ ചോദിക്കാം. ഈ ഒരു രീതിയിൽ ഇത് വരച്ചാൽ ഇവിടെ ഡബിൾ ബോണ്ട് എന്താണ്? ഈ ഒരു ബ്രിഡ്ജിനെ നമ്മൾ എബോവ് ദി പ്ലെയിനും ബിലോ ദി പ്ലെയിനുമായിട്ട് വരച്ചാലും ശരി തന്നെയാണ്. അപ്പം ആൽഫ പൈനീന്റെ സ്ട്രക്ചർ ഇങ്ങനെ, അതായത് റിങ്ങിൽ നമുക്ക് തോന്നുമ്പം ആ പ്ലെയിൻ ഓഫ് ദി പേപ്പറിൽ തന്നെയാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂന്റ് വരുന്നെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിച്ച് നോക്കുക, ആ റിങ്ങുകൾ നോക്കുക, സബ്സ്റ്റിറ്റ്യൂൻസ് നോക്കുക, ഡബിൾ ബോണ്ട് നോക്കുക. ഇത്രയും നോക്കുമ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആൽഫ പൈനീന്റെ സ്ട്രക്ചർ അറിയാൻ കഴിയും. ഇതാണ് സ്ട്രക്ചർ ഓഫ് ക്യാംഫർ. ക്യാംഫറിന്റെ സ്ട്രക്ചർ ഇതുപോലെ സ്ട്രക്ചർ തന്നിട്ട് പേര് പറയാനോ അല്ലെങ്കിൽ പേര് തന്നിട്ട് സ്ട്രക്ചർ പ്രെഡിക്റ്റ് ചെയ്യാനോ ചോദിക്കാം. അപ്പോൾ അതിന്റെ സ്ട്രക്ചറും സബ്സ്റ്റിറ്റ്യൂൻസും ഒക്കെ നോക്കി വെക്കാം. ഏതാണ്? ഡബിൾ ബോണ്ട് ഓ ഉണ്ട്, അതെന്താണ്? ക്യാംഫർ ആണ്. അതുപോലെ എന്താണ്? ബ്രിഡ്ജ് ലെയർ ആയിട്ട് വരികയാണെങ്കിൽ എന്താണ്? പൈനീൻ ആണ്. അതിന്റെ കറക്റ്റ് സ്ട്രക്ചർ വരച്ച് തന്നെ പഠിക്കാം. നെക്സ്റ്റ് ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ് ആണ് ആൽക്കലോയിഡ്സ്. ഇതും എന്താണ്? നാച്ചുറൽ പ്ലാൻ കോമ്പൗണ്ട്സ് ആണ്. ഇതിന് മെയിൻ ആയിട്ട് ബേസിക് ക്യാരക്ടർ ആണ്. എന്താണ്? ആൽക്കലോയിഡ്സിന് എന്താണുള്ളത്? ബേസിക് ക്യാരക്ടർ ആണ്. അതുപോലെ തന്നെ ഈ കോമ്പൗണ്ട്സിൽ അറ്റ്ലീസ്റ്റ് 1 നൈട്രജൻ ആറ്റം കാണും. ഒരു ഹെട്രോസൈക്ലിക് റിംഗ് ആണ്, അറ്റ്ലീസ്റ്റ് 1 നൈട്രജൻ ആറ്റമെങ്കിലും എവിടെ കാണും? ആൽക്കലോയിഡ്സിന്റെ കേസിൽ കാണും. അപ്പം നമുക്ക് തരും കുറേ കോമ്പൗണ്ട്സ് തന്നിട്ട് തന്നിരിക്കുന്നതിൽ ആൽക്കലോയിഡ്സ് ഏത്, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ടെർപ്പിനോയിഡ്സ് ഏത്, അങ്ങനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് തന്നിട്ട് ഒരു സൈഡിൽ എന്താ ആൽക്കലോയിഡ്സ്, എന്താണ് ടെർപ്പിനോയിഡ്സ്, അമിനോ ആസിഡ്സ്, ന്യൂക്ലിയിക് ആസിഡ് അങ്ങനെയൊക്കെ പറയാം. മറ്റേ സൈഡിൽ എന്ത് വരും? അതിന് എക്സാമ്പിൾസ് ആയിരിക്കും പറയുന്നത്. അപ്പം നമുക്ക് അല്ലെങ്കിൽ സ്ട്രക്ചർ ആയിരിക്കും. അപ്പോൾ ആ സ്ട്രക്ചറിൽ നിന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയണമെങ്കിൽ കറക്റ്റ് എന്താണ് ടെർപ്പിനോയിഡ് എന്താണ് ആൽക്കലോയിഡ് എന്താണ് എന്ന് കറക്റ്റ് നമുക്കൊരു ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം ആൽക്കലോയിഡ് ഒരു നാച്ചുറൽ പ്ലാന്റ് പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ എന്താണ്? ബേസിക് ക്യാരക്ടർ ആയിരിക്കും. അവർക്ക് ഒരു നൈട്രജനെങ്കിലും ഹെട്രോസൈക്ലിക് റിംഗിൽ ഒരു നൈട്രജനെങ്കിലും ഉണ്ടായിരിക്കും. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽക്കലോയിഡ്സ്.
ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദി നേച്ചർ ഓഫ് ദി ന്യൂക്ലിയസ് പ്രസന്റ് ഇൻ ദി മോളിക്യൂൾ. അതിലുള്ള മെയിൻ സ്കെലറ്റൻ അല്ലെങ്കിൽ ആ ഒരു ന്യൂക്ലിയസ്, അതിന്റെ ന്യൂക്ലിയസ് എന്ന് വെച്ചാൽ അതിന്റെ ബേസിക് സ്ട്രക്ചർ നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഈ ആൽക്കലോയിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം. അതായത് ഫീനൈൽ ഈഥൈലമീൻ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് പല സബ്സ്റ്റിറ്റ്യൂവൻസ് വരാം, പക്ഷെ ഇതിന്റെ ബേസിക് യൂണിറ്റ് ഫീനൈൽ ഈഥൈലമീൻ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതൊരു ക്ലാസ് ഓഫ് ആൽക്കലോയിഡ്സ് ആയിട്ട് നമുക്ക് മാറ്റാം. പൈറോളിഡീൻ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് മറ്റൊരു ക്ലാസ് ആയിട്ട് മാറ്റാം. പിരിഡീൻ ആൻഡ് പിപ്പരിഡീൻ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് മറ്റൊരു ക്ലാസ് ആണ്, അല്ലെങ്കിൽ മറ്റൊരു ക്ലാസിഫിക്കേഷൻ ആണ്. പൈറോളിഡീൻ പിരിഡീൻ ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ അത് വേറൊരു ഗ്രൂപ്പാണ്. ക്വിനോളിൻ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് മറ്റൊന്നാണ്. ഐസോക്വിനോളിൻ എന്താണ് ഫീനാന്ത്രിൻ, ഇൻഡോൾ. അപ്പം ഈ ബേസിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ അതിന്റെ ന്യൂക്ലിയസിനെ ബേസ് ചെയ്തിട്ട്, അതിന്റെ ബേസിക് സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് നമുക്ക് ആൽക്കലോയിഡ്സിനെ പല ഗ്രൂപ്പ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. നിങ്ങൾക്ക് സ്ട്രക്ചർ ഓഫ് പപ്പാവരിൻ പഠിക്കാനുണ്ട്. അപ്പം പപ്പാവരിൻ എന്താണ്, അതിന്റെ മോളിക്കുലർ ഫോർമുല C20H21NO4 ആണ് പപ്പാവരിൻ. അപ്പോൾ അതിന്റെ സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. സ്ട്രക്ചർ എന്താണ്, അപ്പോൾ എന്താണ്, ഇവിടെ എത്ര നൈട്രജൻ ഉണ്ടെന്ന് നോക്കാം. ഒരു ഹെട്രോസൈക്ലിക് നൈട്രജൻ ആണ് ഉള്ളത്. പിന്നെ ഇതിന്റെ സ്ട്രക്ചർ എത്ര ബെൻസീൻ റിംഗ് ഉണ്ട്, ആ സ്ട്രക്ചർ അറിഞ്ഞിരിക്കുക. ഈ ഒരു സ്ട്രക്ചർ അറിഞ്ഞിരിക്കുക. അപ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് അറിയാൻ എന്താണ് ആൻസർ ചെയ്യാൻ പറ്റും. ഇതിന്റെ സബ് ക്ലാസ് ഏതാണ്, ഐസോക്വിനോളിൻ ഗ്രൂപ്പ് ആണ് ഇതിന്റെ സബ് ഗ്രൂപ്പ്. അപ്പൊ ഐസോക്വിനോളിൻ ആണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആൽക്കലോയിഡ് ആണ്. ഇമ്പോർട്ടന്റ് ആണ് എന്ത്, പപ്പാവരിൻ എന്താണ്, വൺ ഓഫ് ദി ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആൽക്കലോയിഡ്സിന് എക്സാമ്പിൾ ആണ് ഈ പപ്പാവരിൻ. ഐസോക്വിനോളിൻ ഗ്രൂപ്പ് ആണ് ഇതിന്റെ ബേസ് യൂണിറ്റ്. ഇനി സ്ട്രക്ചർ ഓഫ് ക്യുനൈൻ ആണ് ചോദിച്ചേക്കുന്നത്. അതും ഇതുപോലെ അറ്റോമിക് എന്താണ് മോളിക്കുലർ ഫോർമുല അറിയാം. C20H24N2O2. രണ്ട് നൈട്രജൻ ആറ്റം എവിടെയുണ്ട്, ക്യുനൈനകത്തുണ്ട്. രണ്ട് നൈട്രജൻ ആറ്റം ഉണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഫെബ്രിഫ്യൂജ് ആസ് ആൻഡ് ആസ് ആൻ ആന്റി മലേറിയൽ. അതായത് ഇത് മെയിൻ ആയിട്ട് നമ്മൾ എന്താണ് മെഡിസിനൽ കെമിസ്ട്രി പഠിക്കാനുള്ളതാണ് ക്യുനൈൻ. എന്താ മെയിൻ ആയിട്ട് ആന്റി മലേറിയ ഡ്രഗ് ആയിട്ട് നമുക്ക് ക്യുനൈനെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ സ്ട്രക്ചർ നോക്കുക. ക്യുനൈൻ വരുമ്പോൾ എന്താണ്, രണ്ട് നൈട്രജൻ വരുന്നുണ്ട്. സ്ട്രക്ചർ ഓർത്തിരിക്കുക. സബ്സ്റ്റിറ്റ്യൂൻസ് ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക, സ്ട്രക്ചർ ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ ആണ് സ്ട്രക്ചർ ആൻഡ് സിന്തസിസ് ഓഫ് ഫ്ലവോൺസ്. ഫ്ലവോൺസ് എന്ന് വെച്ചാൽ എന്താണ്, അതിനെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം, ആന്തോസാന്തിൻസ് എന്നും പറയാം. ആന്തോസാന്തിൻസ് അല്ലെങ്കിൽ ഫ്ലവോൺസ് അതെന്താണ്, ഒരു യെല്ലോ പിഗ്മെന്റ്സ് ആണ്. നമ്മുടെ പ്ലാന്റ് കിങ്ഡത്തിൽ കാണുന്ന ഒരു യെല്ലോ പിഗ്മെന്റ് ആണ് ഫ്ലവോൺസ് എന്ന് പറയുന്നത്. നമ്മൾ കെമിക്കലി അതിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ആന്തോസയാനിനുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരു സ്ട്രക്ചർ ആയിരിക്കും ഫ്ലവോൺസിന്. ഫ്ലവോണിന്റെ ഫോർമുലയാണ് C15H10O2. ഇത് നമ്മുടെ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ലീവ്സിലൊക്കെ പൊടി പോലെ നമുക്ക് തോന്നുന്ന ആ ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു കോമ്പൗണ്ടിനെ പറയുന്ന പേരാണ് എന്ത്, ഫ്ലവോൺസ്. നമ്മൾ പൂക്കൾ നോക്കിയാലും അല്ലെങ്കിൽ ഇലകളുടെ ഒക്കെ അടിയിൽ അല്ലെങ്കിൽ ഇലകളിലൊക്കെ പൊടി പോലെയുള്ളൊരു സബ്സ്റ്റൻസ് കാണുന്നതിനെ പറയുന്ന പേരാണ് എന്ത്, ഫ്ലവോൺസ്. ഇൻ ഓർഗാനിക് കെമിസ്ട്രി സെവറൽ മെത്തേഡ്സ് എക്സിസ്റ്റ് ഫോർ ദി സിന്തസിസ് ഓഫ് ഫ്ലവോൺസ്. അല്ലാണ്ട് നമുക്ക് എന്താണ് ലാബിലും നമുക്ക് ഫ്ലവോൺസിനെ നമുക്ക് സിന്തസൈസ് ചെയ്യാറുണ്ട്. അതിന്റെ പല മെത്തേഡ്സ് ആണ് പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് സിന്തസിസ് ഓഫ് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഓഫ് ഫ്ലവോൺസ് ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഞാൻ മെയിനായിട്ടും ഇത് റെഫർ ചെയ്തേക്കുന്നത് നമ്മുടെ ഫിനാർ ടെക്സ്റ്റ് ആണ്. ഫിനാറിന്റെ ടെക്സ്റ്റ് ആണ് മെയിനായിട്ട് നോക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ചില പോർഷൻസിനൊക്കെ ക്ലേഡൻ നോക്കിയിട്ടുണ്ട്. ഓർഗാനിക് കെമിസ്ട്രി ബൈ ക്ലേഡൻ നോക്കിയിട്ടുണ്ട്. ഫിനാറിനാണ് സിന്തസിസിനൊക്കെ ഞാൻ കൂടുതൽ റെഫർ ചെയ്തിരിക്കുന്നത് ഫിനാർ ടെക്സ്റ്റ് ആണ്. നിങ്ങളപ്പം സൈഡിൽ എഴുതി വെക്കുക റെഫറൻസ് ടെക്സ്റ്റ് ഏതാണെന്ന്. കാരണം ഭാവിയിൽ നിങ്ങൾക്ക് ഒരു റെഫറൻസിന്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഏതാണെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞാൻ റെഫറൻസും കൂടി പറയുന്നത്. അപ്പോൾ അലൻ റോബിൻസൺ റിയാക്ഷൻ വഴി നമുക്ക് ഫ്ലവോൺസ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഐസോഫ്ലവോൺസ്, എന്താണ് ഐസോഫ്ലവോൺസ് നമുക്ക് പറയാം. ഫ്ലവോൺസും ഐസോഫ്ലവോൺസും നമുക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റും. ഫ്ലവോൺസിന്റെ സ്ട്രക്ചർ നിങ്ങൾ നോക്കുക. ഒരു ബെൻസീനകത്ത് മറ്റൊരു ഹെട്രോസൈക്ലിക് വരുന്നുണ്ട്, ഓക്സിജൻ ഹെട്രോസൈക്ലിക് വരുന്നുണ്ട്. അതിന്റെ ഓക്സിജന്റെ 4th പൊസിഷനിൽ എന്തുണ്ട്, C≡O ഉണ്ട്. പിന്നെന്താണ് ഇവിടെ വരുന്ന ഈ ഡബിൾ ബോണ്ടിന് അടുത്ത് വരുന്ന, അതായത് ഓക്സിജൻ അടുത്താണോ സിയോട് അടുത്താണോ ഈ സബ്സ്റ്റിറ്റ്യൂവന്റ് വരുന്നത്, അതിനെ വെച്ചിട്ട് നമുക്ക് ഫ്ലവോൺസ് എന്നും ഐസോഫ്ലവോൺസ് എന്നും വരെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പം ഫ്ലവോൺസിന്റെ ബേസിക് സ്ട്രക്ചർ, ഫ്ലവോൺസിന്റെയും എന്താണ് ഐസോഫ്ലവോൺസിന്റെ ബേസിക് സ്ട്രക്ചർ ആണ് ഈ പറഞ്ഞ. ഒരു ബെൻസീൻ റിംഗ് ഉണ്ടാവും, ഒരു ഓക്സിജൻ ഹെട്രോസൈക്കിൾ ഉണ്ടാകും, അതിനകത്ത് ഒരു C≡O ഉണ്ടാകും. ഇനി ഇതിൽ എവിടെയാണ് ഡബിൾ ബോണ്ടിന്റെ ഈ പൊസിഷനിലാണോ നമ്മുടെ ഫീനൈൽ ഗ്രൂപ്പ് വരുന്നത്, അല്ലെങ്കിൽ എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത് എന്നനുസരിച്ചിരിക്കും ഇത് ഫ്ലവോൺസ് ആണോ ഐസോഫ്ലവോൺസ് ആണോ എന്നുള്ള ക്ലാസിഫിക്കേഷൻ.
മറ്റൊരു സിന്തസിസ് ആണ് ബേക്കർ വെങ്കട്ടരാമൻ സിന്തസിസ്. അവിടെ നിങ്ങൾ നോക്കുക, ഇതെന്ന് വെച്ചാൽ എന്താണ്, ഫ്ലവോൺസിന്റെ സിന്തസിസ് ആണ്. കണ്ടോ, ഫ്ലവോൺസ് ഓക്സിജനോട് അടുത്താണ് നമ്മുടെ ഫിനൈൽ ഗ്രൂപ്പ് നിൽക്കുന്നതെങ്കിൽ ഇതാണ് എന്ത്, ഫ്ലവോൺസ്. ഓക്സിജനോട് അടുത്താണ് നമ്മുടെ ഫിനൈൽ ഗ്രൂപ്പ് എങ്കിൽ പറഞ്ഞ പേരാണ് എന്താണ്, ഫ്ലവോൺസ് ആണ്. ഇതിന്റെ പ്രിപ്പറേഷൻ ഓർത്തിരിക്കുക. ആൻഡ് ഓർത്തോ ബെൻസോയിൽ oxyacetophenone is isomerized to an orthohydroxy beta diketone by a base. ഇത് എന്താണ്, ഒരു ഇന്റേണൽ ക്ലേസൺ കണ്ടൻസേഷൻ വഴിയാണ്, ഒരു ഇന്റേണൽ ക്ലേസൺ കണ്ടൻസേഷൻ വഴിയാണ് നമ്മൾക്ക് ഈ പ്രോഡക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഫ്ലവോൺസിന്റെ സ്ട്രക്ചർ ഓർത്തിരിക്കുക. ഇവിടെയും സ്ട്രക്ചർ തന്നിട്ട് പേര് ചോദിക്കാം. അപ്പോൾ എന്താണ്, ഓക്സിജനോട് അടുത്താണ് ഫിനൈൽ ഗ്രൂപ്പ് വെക്കുന്നതെങ്കിൽ അതിന്റെ പേരെന്താണ്, ഫ്ലവോൺസ് എന്നാണ് പറയുന്നത്. ഇത് മറ്റൊരു പ്രിപ്പറേഷൻ മെത്തേഡ് ആണ്. ഇവിടെ ഓർക്കുക, ഇവിടെയാണ് സ്ട്രക്ചർ വരുന്നതെങ്കിൽ എന്താണത്, ഫ്ലവോൺസ് ആണ്. ഓക്സിജനോട് അടുത്താണെങ്കിൽ എന്താണത്, ഫ്ലവോൺസ് ആണ്. ഇനി സ്ട്രക്ചർ ആൻഡ് സിന്തസിസ് ഓഫ് ഐസോഫ്ലവോൺസ്. ഞാൻ പറഞ്ഞു ഓക്സിജനോട് അടുത്താണ്, അതായത് ഓക്സിജന്റെ 2 പൊസിഷനിലാണെങ്കിൽ എന്തായത്, ഫ്ലവോൺസ് ആയി. അതല്ല 3 പൊസിഷനിലാണ് അല്ലെങ്കിൽ C+Oയുടെ അടുത്താണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ എന്താണ്, അത് ഐസോഫ്ലവോൺസ് ആയി. അതിന്റെ ഐസോമർ ആണ്, ഫ്ലവോൺസിന്റെ ഐസോമർ ആണ് ഐസോഫ്ലവോൺസ്. ഇതിന്റെ പ്രിപ്പറേഷൻ ആണ് ഈ പറയുന്നത്. സ്പാത്ത് എറ്റാൾ, ഇത് ഫിനാറിന്റെ റെഫറൻസ് ആണ്. സ്പാത്ത് എറ്റാളിൽ നിന്ന് സിന്തസിസ് വഴി നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാം, നമുക്ക് ഐസോഫ്ലവോൺസ് പ്രിപ്പയർ ചെയ്യാം. ഇത് മറ്റൊരു എന്താണ് സിന്തസിസ് ആണ്. ഇവിടെ എന്താണ്, സബ്സ്റ്റിറ്റ്യൂന്റിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. പക്ഷെ നിങ്ങൾ ഇത്രയും ഭാഗം നോക്കുക, എന്താണ് ഐസോഫ്ലവോൺസ് അല്ലെങ്കിൽ ഫ്ലവോൺസ് എന്ന് പറയുമ്പോൾ ഇതാണ് അതിന്റെ ബേസിക് സ്ട്രക്ചർ അല്ലെങ്കിൽ സ്കെലറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് ബേക്കർ ഒല്ലീസ് സിന്തസിസും ഇതുപോലെ തന്നെ മറ്റൊരു സിന്തസിസ് ആണ്. ഇതും ജസ്റ്റ് നോക്കുക, എന്താണ് നിങ്ങൾക്ക് ഇപ്പം തരുന്ന ചിലപ്പോൾ സിന്തസിസ് തരും, അതിന്റെ എന്താണ് പ്രോഡക്റ്റ് ഉണ്ടാകുന്നത് എന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ തന്നിട്ട് അത് എങ്ങനെയാണെന്ന് ചോദിക്കാം. നമുക്ക് ഈ ഭാഗത്തുനിന്ന് സിന്തസിസിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ, നമുക്ക് പ്രീവിയസ് ഇയർ നോക്കുമ്പോൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു മെത്തേഡ് ഫോക്കസ് ചെയ്ത് നമുക്ക് നല്ലപോലെ തന്നെ നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇത് ഓർത്തിരിക്കാൻ ഈ സ്ട്രക്ചർ ഒക്കെ പഠിക്കാൻ വളരെ ഡിഫിക്കൽട്ട് ആണ്. അതുകൊണ്ട് വേണ്ടത് മാത്രം പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ് ഓഫ് നാച്ചുറൽ പ്രോഡക്ട്സ് ആണ് ലിപ്പിഡ്സ്. ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതും ഒരു ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഇത് നമ്മളുടെ ലിവിങ് സിസ്റ്റത്തിൽ കാണുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ് ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. ലിപ്പിഡ്സിനെ മെയിൻ ആയിട്ട് 3 ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതായത് സിമ്പിൾ, കോമ്പൗണ്ട് ആൻഡ് ഡിറൈവ്ഡ് ലിപ്പിഡ്സ്. എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ ഓർത്തിരിക്കുക, എന്തൊക്കെയാണ് 3 ക്ലാസിഫിക്കേഷൻ ആണ്, സിമ്പിൾ, കോമ്പൗണ്ട് ആൻഡ് ഡിറൈവ്ഡ് ലിപ്പിഡ്സ്. ഇതെന്താണ്, അവരുടെ പ്രോഡക്റ്റിന്റെ നേച്ചർ വെച്ചിട്ടാണ് നമുക്കിതിന്റെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന പ്രോഡക്റ്റിനെ ബേസ് വെച്ചിട്ടാണ് നമ്മൾ ലിപ്പിഡ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ലിപ്പിഡ്സ് എന്താണ്, അവരുടെ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് ഓർക്കുക. സിമ്പിൾ ലിപ്പിഡ്സ്. സിമ്പിൾ ലിപ്പിഡ്സ് എന്ന് വെച്ചാൽ എന്താണ്, ദീസ് ആർ എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിമ്പിൾ ലിപ്പിഡ്സ് എന്തായിരിക്കും, എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ്സ് ആൻഡ് ആൽക്കഹോൾസ് ആൻഡ് ദസ് ഓൺ ഹൈഡ്രോളിസിസ് ഗീവ് ഫാറ്റി ആസിഡ്സ് ആൻഡ് ആൽക്കഹോൾസ്. ഇവരെന്ന് ചോദിച്ചാൽ എന്താണ്, ഇവര് എസ്റ്റേഴ്സ് ആണ്. സിമ്പിൾ ലിപ്പിഡ്സ് എന്താണ്, എസ്റ്റേഴ്സ് ആയിരിക്കും. എന്തിന്റെ എസ്റ്റേഴ്സ് ആയിരിക്കും, ഫാറ്റി ആസിഡ്സിന്റെയും ആൽക്കഹോൾസിന്റെയും എസ്റ്റേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരെ ഹൈഡ്രോളൈസ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുന്നത്, നമുക്ക് ഫാറ്റി ആസിഡ്സും ആൽക്കഹോൾസും ആണ് കിട്ടുന്നതെങ്കിൽ അത്തരം ലിപ്പിഡ്സിനെ പറയുന്ന പേരാണ് എന്ത്, സിമ്പിൾ ലിപ്പിഡ്സ്. രണ്ടാമത്തെ ടൈപ്പ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ആണ് കോമ്പൗണ്ട് ലിപ്പിഡ്സ്. ദീസ് ആർ എസ്റ്റേഴ്സ് ഓഫ് ഫാറ്റി ആസിഡ്സ് and alcohols in combination with other compounds and thus give fatty acids, alcohols and other compounds on hydrolysis. അപ്പോൾ സിമ്പിൾ ലിപ്പിഡ്സ് ആണെങ്കിൽ നമുക്കറിയാം എസ്റ്റേഴ്സ് ആണ് ഇവര്, രണ്ടുപേരും എസ്റ്റേഴ്സ് തന്നെയാണ്. ഫാറ്റി ആസിഡ്സും ആൽക്കഹോൾസും മാത്രമേ കിട്ടുന്നുള്ളെങ്കിൽ അവർ സിമ്പിൾ ലിപ്പിഡ്സ് ആകുന്നു. അതല്ല, അതിന്റെ കൂടെ മറ്റ് കോമ്പിനേഷൻസ്, മറ്റ് കോമ്പൗണ്ട്സിന്റെ കോമ്പിനേഷൻസും കൂടെ ഉണ്ടെങ്കിൽ എന്താകും, അത് കോമ്പൗണ്ട് ലിപ്പിഡ്സ് ആകും. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഡിറൈവ്ഡ് ലിപ്പിഡ്സ്. These lipids although do not contain an ester linkage but may be considered to have been derived from naturally occurring esterified materials. അതായത് ഇവർക്ക് ഡയറക്റ്റ് ഒരു എസ്റ്റർ ലിങ്കേജ് ഒന്നും കാണില്ല, പക്ഷെ എന്താണ്, ഇവര് നാച്ചുറലി ഒക്കറിംഗ് ആയ എസ്റ്ററിഫൈഡ് മെറ്റീരിയൽസ് വഴിയാണ് ഡിറൈവ് ചെയ്തേക്കുന്നതെങ്കിൽ അത്തരം ലിപ്പിഡ്സിനെ പറഞ്ഞ പേരാണ് എന്ത്, ഡിറൈവ്ഡ് ലിപ്പിഡ്സ്. അതിന് എക്സാമ്പിൾസ് ആണ് എന്ത്, ഫാറ്റി ആസിഡ്സും സ്റ്റെറോൾസും ഒക്കെ ഇതിനുള്ള എക്സാമ്പിൾസ് ആണ്, ഡിറൈവ്ഡ് ലിപ്പിഡ്സിന്റെ എക്സാമ്പിൾസ് ആണ്. ഇതൊക്കെ ചില ലിപ്പിഡ്സിന്റെ എക്സാമ്പിൾസ് ആണ്. കൊളസ്ട്രോൾ, അതുപോലെ എ ഫാറ്റി ആസിഡ്, എന്താണ് എ ഫ്രീ ഫാറ്റി ആസിഡ്,
ട്രൈഗ്ലിസറൈഡ്, ഫോസ്ഫോലിപ്പിഡ്സ്, അതിൻ്റെ സ്ട്രക്ചർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നോക്കി വെക്കുക എങ്ങനെയായിരിക്കും ഇവരുടെയൊക്കെ സ്ട്രക്ചർ എന്ന് ഓർത്തിരിക്കുക. അടുത്ത ലിപ്പിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഒരു മാപ്പ് പോലെ ആക്കിയിരിക്കുന്നതാണ് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. ലിപ്പിഡ്സിനെ നമുക്ക് എന്തായി ക്ലാസിഫൈ ചെയ്യാം? മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സിമ്പിൾ ലിപ്പിഡ്സ്, കോമ്പൗണ്ട് ലിപ്പിഡ്സ് ആൻഡ് ഡിറൈവ്ഡ് ലിപ്പിഡ്സ്. ആ ഡിറൈവ്ഡ് ലിപ്പിഡ്സിന് എക്സാമ്പിൾസ് ആണ് ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ, കൊളസ്ട്രോൾ, സ്റ്റീറോയിഡ്, കീറ്റോൺ ബോഡീസ് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഡിറൈവ്ഡ് ലിപ്പിഡ്സിന് എക്സാമ്പിൾസ് ആണ്. അവിടെ എസ്റ്റർ യൂണിറ്റ് ഇല്ല, പക്ഷേ അത് എന്താണ് നാച്ചുറലി ഒക്കറിങ് എസ്റ്ററിഫൈഡ് യൂണിറ്റ്സ് അവിടെ ഉണ്ടാകും അല്ലേ? എസ്റ്റർ യൂണിറ്റ്സ് ഇല്ല, പക്ഷേ എന്താ ഫാറ്റി ആസിഡ് നമുക്കറിയാം എന്താണ് എസ്റ്ററിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ് ആണ്. അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റാലെ കോമ്പൗണ്ട്സിനെ പറയുന്ന പേരാണ് ഡിറൈവ്ഡ് ലിപ്പിഡ്സ്. ഇനി കോമ്പൗണ്ട്സ് ലിപ്പിഡ്സിന്റെ ആണ് ഫർദർ ക്ലാസിഫിക്കേഷൻ. അതിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ഫോസ്ഫോലിപ്പിഡ്സ്, സൾഫോലിപ്പിഡ്സ്, അമിനോലിപ്പിഡ്സ്, ലിപ്പോപ്രോട്ടീൻസ്, ഗ്ലൈക്കോലിപ്പിഡ്സ്. ഇപ്പോൾ കോമ്പൗണ്ട് ലിപ്പിഡ്സിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയാണ്? ഫോസ്ഫോലിപ്പിഡ്സ്, സൾഫോലിപ്പിഡ്സ്, അമിനോലിപ്പിഡ്സ്, ലിപ്പോപ്രോട്ടീൻസ് ആൻഡ് ഗ്ലൈക്കോലിപ്പിഡ്സ്. ഇനി ഫോസ്ഫോലിപ്പിഡ്സിനെ ബാക്കി മൂന്നും നമുക്ക് വളരെ അധികം പഠിക്കാനില്ല, ഈ നടുക്കത്തെ മൂന്നെണ്ണം വലുതായിട്ട് പഠിക്കാനില്ല. പക്ഷേ വരുന്ന ഫോസ്ഫോലിപ്പിഡ്സും ഗ്ലൈക്കോലിപ്പിഡ്സും നമുക്ക് ഫർദർ പഠിക്കണം. ഫോസ്ഫോലിപ്പിഡ്സിനെ നമുക്ക് പിന്നെയും ക്ലാസിഫൈ ചെയ്യാം. ഗ്ലിസറോ ഫോസ്ഫോലിപ്പിഡ്സ്, അതായത് ലെസിറ്റിൻ, അതൊരു സെഫാലിൻ ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഫോസ്ഫിനോസിറ്റോൾ, അതുപോലെ തന്നെ സ്ഫിംഗോ ഫോസ്ഫോലിപ്പിഡ്സ്, പ്ലാസ്മലോജൻസ്. ഇത്രയായിട്ട് നമുക്ക് വീണ്ടും എന്താണ് ഫോസ്ഫോലിപ്പിഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം. അതിന്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് വലുതായിട്ട് പഠിക്കാനില്ല. നിങ്ങൾക്ക് ഈ സിമ്പിൾ ക്ലാസിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. അതായത് സിമ്പിൾ ലിപ്പിഡ്സ്, കോമ്പൗണ്ട് ലിപ്പിഡ്സ് ആൻഡ് ഡിറൈവ്ഡ് ലിപ്പിഡ്സ് എന്നുള്ള ക്ലാസിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. ഗ്ലൈക്കോലിപ്പിഡ്സിനെ പിന്നെ നമുക്ക് സെറിബ്രോസൈഡ്സ്, ഗാംഗ്ലിയോസൈഡ്സ് ആൻഡ് ഗ്ലോബോസൈഡ്സ് ഇങ്ങനെ മൂന്നായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. നിങ്ങൾ ഈ ക്ലാസിഫിക്കേഷൻ പഠിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ ലിപ്പിഡ്സിനെ എത്ര ക്ലാസിഫൈ ചെയ്യാം, അത് ഏതൊക്കെയാണ്? ഇപ്പൊ സിമ്പിൾ ലിപ്പിഡ്സ്, ഫാറ്റ് ആൻഡ് ഓയിൽസ് എന്താണ്? സിമ്പിൾ ലിപ്പിഡ്സിന് എക്സാമ്പിൾ ആണ്. ഫാറ്റി ആസിഡ്സ് ഒക്കെ ഏത് ടൈപ്പ് ലിപ്പിഡ്സിന് എക്സാമ്പിൾ ആണ്? അത് ഓർത്തിരിക്കുക. പിന്നെ ചിലപ്പം ചോദിക്കാം എന്താണ് സൾഫോ ലിപ്പിഡ്സ്, അമിനോ ലിപ്പിഡ്സ്, ലിപ്പോ പ്രോട്ടീൻസ്. അപ്പം അതിന്റെ കൂടെ എന്തും തരും? ഫാറ്റ്സും തരും. അപ്പോൾ ഓഡ് വൺ ഔട്ട് ചോദിക്കാം. അപ്പോൾ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിന്റെ ജസ്റ്റ് ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിരിക്കുക. മെയിൻ ആയിട്ടുള്ള ഈ മൂന്ന് ക്ലാസിഫിക്കേഷനും ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ആ ക്ലാസിഫിക്കേഷൻ വരുന്നതെന്നും അറിയുക. എന്താണ് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ ഫാറ്റി ആസിഡും ആൽക്കഹോളും മാത്രമേ ഉള്ളൂങ്കിൽ സിമ്പിൾ ലിപ്പിഡ്സ് ആകും. അതല്ല അതിന്റെ കൂടെ മറ്റൊരു കോമ്പിനേഷൻ ഓഫ് കോമ്പൗണ്ട്സ് ഉണ്ടെങ്കിൽ അത് കോമ്പൗണ്ട് ലിപ്പിഡ് ആകും. അതുപോലെ തന്നെ ഡിറൈവ്ഡ് യൂണിറ്റ് ആണ് ഉള്ളതെങ്കിൽ അത് ഡിറൈവ്ഡ് ലിപ്പിഡ്സ് ആയിട്ട് മാറും. ഇനി സ്ട്രക്ചർ ഓഫ് കൊളസ്ട്രോൾ ആണ്. ഇതാണ് സ്ട്രക്ചർ ഓഫ് കൊളസ്ട്രോൾ. ഇവിടെ നമുക്ക് നോക്കണം ഒപ്റ്റിക്കലി ആക്റ്റീവ് സെന്ററിനെ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ സ്ട്രക്ചർ ഓഫ് കൊളസ്ട്രോൾ പറയുന്നത്. എത്ര റിങ്സ് ഉണ്ട്? 3 എന്താണ് സൈക്ലോ ഹെക്സൈൻസ് അല്ലേ? 6 മെമ്പേർഡ് ആയിട്ടുള്ള 3 റിങ്ങും ഒരു 5 മെമ്പേർഡ് റിങ്ങും ആണുള്ളത്. അതിൽ ഒരു 6 മെമ്പേർഡ് റിങ്, അതായത് രണ്ടാമത്തെ റിങ്ങിൽ എന്തുണ്ട്? ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂൻസ് ഓർത്തിരിക്കുക. OH സബ്സ്റ്റിറ്റ്യൂന്റ് ഉണ്ട്, CH3 ഉണ്ട്, പിന്നെന്താണ് CH3, CH2, CH thrice, CH3 twice ഉണ്ട്. അപ്പം ഇത്രയാണ് ഇവിടെ വരുന്ന സബ്സ്റ്റിറ്റ്യൂൻസ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂൻസും സ്ട്രക്ചറും ഓർത്തിരിക്കാം. എന്തൊക്കെയാണ് സ്ട്രക്ചർ, ഏതൊക്കെ പൊസിഷനിലാണ് ഡബിൾ ബോണ്ട് ഉള്ളത്, അതുപോലെ ഏതൊക്കെ പൊസിഷനിലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ളതെന്ന് ഓർത്തിരിക്കുക. ഇതാണ് സ്ട്രക്ചർ ഓഫ് കൊളസ്ട്രോൾ. ഇനി നമുക്ക് കൊളസ്ട്രോളിന് എത്ര സ്റ്റീരിയോ ഐസോമേഴ്സ് ഉണ്ട് എന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. കൊളസ്ട്രോളിന് 256 സ്റ്റീരിയോ ഐസോമേഴ്സ് ആണുള്ളത്. അതായത് 8 സ്റ്റീരിയോ സെന്റേഴ്സ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ഇമേജിൽ കാണിച്ചിരുന്നു, ഒരു സ്റ്റാർ ഇട്ട് കൊടുത്തു, അതൊക്കെ അതിന്റെ സ്റ്റീരിയോ സെന്റേഴ്സ് ആണ്. 8 സ്റ്റീരിയോ സെന്റേഴ്സ് ആണ് ഉള്ളത്. അതിൽ എന്താണ് 2 സ്റ്റീരിയോ സെന്റേഴ്സ് എന്താണ് 2 സ്റ്റീരിയോ ഐസോമേഴ്സിനെ ഉള്ളൂ ബയോളജിക്കൽ സിഗ്നിഫിക്കൻസ്. നമ്മൾ പറഞ്ഞു 256 സ്റ്റീരിയോ ഐസോമേഴ്സ് ഉണ്ടെങ്കിലും 2 സ്റ്റീരിയോ ഐസോമേഴ്സ് മാത്രമേ ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളൂ. അതിനെ നമുക്ക് നാറ്റ് കൊളസ്ട്രോൾ എന്നും എൻ കൊളസ്ട്രോൾ എന്നും പറയാം. അപ്പൊ എന്താണ് എത്ര നമ്പർ ഓഫ് എന്താണ് സ്റ്റീരിയോ ഐസോമേഴ്സ് ഉണ്ടെന്ന് ചോദിക്കാം. എത്രയാണ്? 256 സ്റ്റീരിയോ ഐസോമേഴ്സ് ഉണ്ട്. പിന്നെ എത്ര സ്റ്റീരിയോ സെന്റേഴ്സ് ഉണ്ടെന്ന് ചോദിക്കാം. എത്രയാണ്? 8 സ്റ്റീരിയോ സെന്റേഴ്സ് ആണ് ഉള്ളത്. ഇനി എത്ര ബയോളജിക്കലി ആക്റ്റീവ് അല്ലെങ്കിൽ ബയോളജിക്കലി സിഗ്നിഫിക്കന്റ് ഉള്ള എത്ര ഐസോമേഴ്സ് ഉണ്ടെന്ന് ചോദിക്കാം. അപ്പൊ എന്താണ്? 2 ആണ്. അതിന്റെ പേര് നാറ്റ് കൊളസ്ട്രോളും എറ്റ് കൊളസ്ട്രോളും ആണ് അതിന്റെ പേര്. അതായത് നാച്ചുറൽ ആൻഡ് എനാൻഷ്യോമർ. നാറ്റ് കൊളസ്ട്രോൾ എന്ന് വെച്ചാൽ നാച്ചുറൽ കൊളസ്ട്രോൾ ആൻഡ് എറ്റ് കൊളസ്ട്രോൾ എന്ന് വെച്ചാൽ എനാൻഷ്യോമറിക് കൊളസ്ട്രോൾ. അങ്ങനെയാണ് അതിന്റെ അർത്ഥം. ഇനി നാച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ള ഒരേ ഒരു കൊളസ്ട്രോൾ അതെന്താണ്?
നാറ്റ് കൊളസ്ട്രോളിനെയും നാച്ചുറൽ കൊളസ്ട്രോൾ ആണ് നാച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ള ഒരു കൊളസ്ട്രോൾ. ഇവിടെ നിങ്ങൾ നോക്കുക അത് എങ്ങനെയാണ് എനാൻഷ്യോമർ. ഇവിടെ നമുക്ക് OH എബോവ് ദി പ്ലെയിൻ ആണ്, CH3 എബോവ് ദി പ്ലെയിൻ ആണ്, ഇവിടെയും CH3 എന്താണ് എബോവ് ദി പ്ലെയിൻ ആണ്, ഈ ഒരു CH3 എന്താണ് ബിലോ ദി പ്ലെയിൻ വരും. പക്ഷെ നമ്മുടെ എനാൻഷ്യോമറി കൊളസ്ട്രോളിനകത്ത് എന്ത് വരും, ഈ പറയുന്ന ഗ്രൂപ്പ് എല്ലാം ബിലോ ദി പ്ലെയിനിൽ പോകും. അതായത് ജസ്റ്റ് മിറർ ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം ഓർക്കുക, രണ്ട് ടൈപ്പ് കൊളസ്ട്രോളിന് ബയോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ളൂ, നാച്ചുറൽ കൊളസ്ട്രോളും എനാൻഷ്യോമർ കൊളസ്ട്രോളിനും. ബാക്കി 256 എണ്ണം ഉള്ളതിൽ ബാക്കി 254 എണ്ണത്തിനും ബയോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഇല്ല. 8 സ്റ്റീരിയോ സെന്റേഴ്സ് ആണ് ഉള്ളത്. ഇത്രയും കാര്യങ്ങൾ കൊളസ്ട്രോളിന്റെ സ്ട്രക്ചറിന്റെ കേസിൽ ഓർത്തിരിക്കുക. പിന്നെ കൊളസ്ട്രോളിന്റെ സ്ട്രക്ചർ നമുക്കറിയാം, 3 6 മെമ്പേർഡ് റിംഗ് ഉണ്ട്, ഒരു 5 മെമ്പേർഡ് റിംഗ് ആണുള്ളത്. ഇനി സെക്കൻഡ് 6 മെമ്പേർഡ് റിംഗിനകത്ത് എന്തുണ്ട്, ഒരു ഡബിൾ ബോണ്ട് ഉണ്ടാകും. പിന്നെ ഏതൊക്കെയാണ് സബ്സ്റ്റിറ്റ്യൂവൻസ് എന്ന് ഓർത്തിരിക്കുക. 3 CH3 സബ്സ്റ്റിറ്റ്യൂവന്റ് ഉണ്ട്. അതിൽ 2 CH3 എന്താണ് ഒരേ പ്ലെയിനിലും ഒരെണ്ണം എന്താണ് വ്യത്യസ്തമായ പ്ലെയിനിലുമാണ് ഉള്ളത്. അതിൽ റിങ്ങിനകത്ത് 2 CH3 ഉള്ളൂ, മറ്റൊന്ന് എന്താണ് സൈഡ് ചെയിനകത്താണ് മറ്റേ CH3യുടെ കാര്യം നമ്മൾ പറയേണ്ടത്. അടുത്ത ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ് ആണ് വൈറ്റമിൻസ്. ആദ്യം വൈറ്റമിൻ എ. വൈറ്റമിൻ എ പറഞ്ഞ മറ്റൊരു പേരാണെന്ത്, റെറ്റിനോൾ. അതിന്റെ ഫോർമുല C20H30O ആണ്. അപ്പൊ റെറ്റിനോൾ എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ ചോദിക്കാം. വൈറ്റമിൻ എ ബി സി ഡി ചോദിച്ചിട്ട് ഇവിടെ അതിന്റെ എന്താണ് കെമിക്കൽ നെയിം ചോദിക്കും. അപ്പം കെമിക്കൽ നെയിം ചോദിക്കുമ്പോൾ കറക്റ്റ് അറിഞ്ഞില്ലേ നമുക്കത് മാച്ച് ദ ഫോളോയിങ് ആണ് മെയിൻ ആയിട്ട് ചോദിക്കാനുള്ളത്. അതുപോലെ തന്നെ അല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം, റെറ്റിനോൾ എന്ന് വെച്ചാൽ ഏത് വൈറ്റമിൻ ആണ്. അപ്പം വൈറ്റമിൻ എ എന്ന് എഴുതാൻ കഴിയണം. ഇത് ഡൈടെർപിനോയിഡ്സ് ആണ്. വൈറ്റമിൻ എ എന്താണ്, ഡൈടെർപിനോയിഡ്സ് ആണ്. ദേ ആർ യൂഷ്വലി ക്ലാസിഫൈഡ് ആസ് ബിലോങ്ങിങ് ടു ദി അപ്പോകാർട്ടിനോയിഡ് ഗ്രൂപ്പ്. ഇവർക്ക് അപ്പോകാർട്ടിനോയിഡ് ഗ്രൂപ്പ് ഉണ്ട്. ഇതാണ് കാർട്ടിനോയിഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, വൈറ്റമിൻ എയുടെ പേരെന്താണ്, റെറ്റിനോൾ, ഡൈടെർപിനോയിഡ് ആണ്. 2 ടൈപ്പ് ഉണ്ട്, വൈറ്റമിൻ A1 ഉണ്ട്, വൈറ്റമിൻ A2 ഉണ്ട്. പക്ഷെ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് വൈറ്റമിൻ A1നെ കുറിച്ചാണ്. അത് ഗ്രോത്ത് ഇൻ ആനിമൽസ്, നമ്മുടെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താണ് റെസിസ്റ്റൻസ് ടു ഡിസീസ്, പ്രതിരോധത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു വിറ്റാമിൻ ആണ് എന്ത്, വൈറ്റമിൻ എ. അതുപോലെ തന്നെ ഡെഫിഷ്യൻസി, വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്നതാണ് എന്ത്, നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാകും. വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന രോഗം ഏതാണ്, നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ എന്താണ് പ്രൊലോങ്ങേറ്റഡ് ഡെഫിഷ്യൻസി എന്താണ്, നമ്മളുടെ ഹാർഡനിങ് ഓഫ് കോർണിയയ്ക്കും അതായത് സെറോഫ്താൽമിയയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ ഓർത്തിരിക്കുക, വൈറ്റമിൻ എ എന്ന് പറയുന്നത് എന്താണ്, റെറ്റിനോൾ ആണ്. അതൊരു ഡൈടെർപിനോയിഡ്സ് ആണ്. ഗ്രോത്തിനും പ്രതിരോധ റെസിസ്റ്റൻസിനും വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാകും. അതുപോലെ തന്നെ എന്താണ് ഒരുപാട് നാളോ നമ്മൾ ശ്രദ്ധിക്കാതെ ഡെഫിഷ്യൻസി പോവുകയാണെങ്കിൽ നമുക്ക് സെറോഫ്താൽമിയ അതായത് ഹാർഡനിങ് ഓഫ് കോർണിയ ഒക്കെ നമുക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സ്ട്രക്ചർ ഓർത്തിരിക്കുക, വൈറ്റമിൻ എയുടെയും സ്ട്രക്ചർ എന്താണെന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് സിന്തസിസ് ആണ്. ആട്ടൻബറോ എറ്റാൾ ആണ് ഇതിനെ സിന്തസൈസ് ചെയ്തത്. അതായത് 2-methyl cyclohexanil നിന്നുള്ള സിന്തസിസ് ആണ് അദ്ദേഹം ചെയ്തത്. അതിന്റെ സിന്തസിസിന്റെ ഓരോ സ്റ്റെപ്പും നോക്കിയിരിക്കുക. ഇത് പഠിക്കാൻ ഞാൻ പറയില്ല, ജസ്റ്റ് നിങ്ങൾ ഒന്ന് വായിച്ചിരിക്കുക. കാരണം ചിലപ്പോൾ ഇത് സെന്റൻസിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുന്ന റിയേജൻസ്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ജസ്റ്റ് അറിഞ്ഞിരിക്കുക ഏതൊക്കെയാണെന്ന് ഒന്ന് ഓർത്തിരിക്കുക, അത്രേ പറയാനുള്ളൂ. അല്ലാണ്ട് ഈ ഒരു ഫുൾ മെക്കാനിസം അല്ലെങ്കിൽ ഈ ഒരു ഫുള്ള് സിന്തസിസ് ഞാൻ എഴുതി പഠിക്കാൻ ഒരിക്കലും പറയില്ല. നെക്സ്റ്റ് വൺ ആണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി അല്ലെങ്കിൽ എന്താണ് L+ അസ്കോർബിക് ആസിഡ് ആണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സിയുടെയും സ്ട്രക്ചർ കമ്പൽസറി ആയിട്ട് പഠിച്ചിരിക്കുക. എന്താണ് സ്ട്രക്ചർ അറിഞ്ഞിരിക്കുക. ഇതിനകത്ത് എത്ര OH ഗ്രൂപ്പ് ഉണ്ടെന്ന് ചോദിക്കാം. 1 2 3 4 OH ഗ്രൂപ്പ് ആണ് അസ്കോർബിക് ആസിഡിലുള്ളത്. എന്താണ് ഒരു C ഡബിൾ ബോണ്ട് O ഉണ്ട്, ഒരു ഓക്സിജൻ ഹെറ്ററോസൈക്കിളും ഉണ്ടാകും, ഒരു ഡബിൾ ബോണ്ട്. സ്ട്രക്ചർ അറിഞ്ഞിരിക്കുക, അസ്കോർബിക് ആസിഡിന്റെ സ്ട്രക്ചർ പഠിച്ചിരിക്കുക. വൈറ്റമിൻ സിയുടെ മറ്റൊരു പേരാണ് എന്ത്, അസ്കോർബിക് ആസിഡ്. വൈറ്റമിൻ എ ആണ് റെറ്റിനോൾ. ഇതിനെ എന്തിനാണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രിവെന്റ് ആൻഡ് ട്രീറ്റ് സ്കർവി. സ്കർവിക്ക് വേണ്ടി അതായത് അതിനുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന എന്താണ്, വൈറ്റമിൻ സി ആണ്. ഇതാണ് ബയോസിന്തസിസ് ഓഫ് വിറ്റാമിൻ സി. അതായത് ഡി ഗ്ലൂക്കോസിൽ നിന്ന് ഒരുപാട് സ്റ്റെപ്സ് ചെയ്തിട്ടാണ് ഡി ഗ്ലൂക്കോസിൽ നിന്ന് എന്താക്കി മാറ്റും, നമുക്ക് അസ്കോർബിക് ആസിഡ് ഫോം ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് വൈറ്റമിൻ സി ഫോം ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി.
vitamin B1, vitamin B2, vitamin B3, vitamin B5, vitamin B6, vitamin B7 ഇനിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം എന്താണ് vitamin B1 തയാമിൻ, റിബോഫ്ലേവിൻ, B2 അതുപോലെ B3 നിയാസിനമൈഡ്, B5 എന്താ പാന്തോതെനിക് ആസിഡ്, B6 പൈറിഡോക്സിൻ, B7 ബയോട്ടിൻ. ബയോട്ടിൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഈ ഓരോന്നിൻ്റെയും നമുക്ക് ബി കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ എന്താണ് വൈറ്റമിൻ ബി ഓരോന്ന് B1 എന്താണ്, B2 എന്താണ്, B3 എന്താണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് എന്ത്, B1 പഠിക്കണം, B2 പഠിക്കണം, അതുപോലെ B7 ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കി എല്ലാത്തിൻ്റെയും പേര് അറിഞ്ഞിരിക്കുക, സ്ട്രക്ചറും ഓർത്തിരിക്കുക. B9 ആണ് ഫോളിക് ആസിഡ്. അപ്പം B9 ഏതാണ്, ഫോളിക് ആസിഡ്. B12 നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, കൊബാലമിൻ അല്ലേ, കൊബാലമിൻ B12. അപ്പം ഇത്രയുമാണ് നമ്മൾ മെയിനായിട്ടുള്ള ബി വൈറ്റമിൻസ്. അപ്പം ബി വൈറ്റമിൻ്റെ ഓരോ ക്ലാസ്സും പഠിച്ചിരിക്കുക, B1 B2 അങ്ങനെയുള്ള ക്ലാസ് പഠിച്ചിരിക്കുക, അവരുടെ കെമിക്കൽ നെയിമും പഠിച്ചിരിക്കുക. The vitamin B complex refers to all of the non-essential water-soluble vitamins except for vitamin C. വിറ്റാമിൻ സി ഒഴികെയുള്ള ബാക്കി എല്ലാ വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള എന്താണ് വൈറ്റമിൻസും കൂടെ ചേരുന്നതാണ് എന്ത്, വൈറ്റമിൻ ബി. നിങ്ങൾ ഓർത്തിരിക്കുക, നമ്മൾ അടക്കെന്ന് പഠിച്ചിരിക്കുക, ADEK. ഇതെന്താണ്, ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് ആണ്. അടക്ക് അല്ലെങ്കിൽ എന്താണ് വൈറ്റമിൻസ്. ബിയും സിയും ആണ് എന്ത്, വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസ്. അപ്പോൾ ഇതിൽ സി ഒഴികെയുള്ള ബാക്കി എല്ലാ വൈറ്റമിൻസും വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള, അതായത് ബിയിലെ ബാക്കി എല്ലാ വൈറ്റമിൻസ് എല്ലാ ക്ലാസ്സും കൂടെ ചേരുന്നതാണ് എന്ത്, വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്ന് പറഞ്ഞത്. അപ്പം ചിലപ്പം ചോദിക്കാം ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് ഏതൊക്കെ, വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസ് ഏതാ, അങ്ങനെ ചോദിക്കാം. അങ്ങനെ ഓഡ് വൺ ഔട്ട് ചോദിക്കാം. അതല്ലെങ്കിൽ തന്നിരിക്കുന്നതിൽ ഏതാണ് എന്താണ് ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻ, അല്ലെങ്കിൽ ഏതാണ് വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻ, ആ രീതിയിൽ ചോദിക്കാം. അല്ലെങ്കിൽ രണ്ട് പേര് തന്നിട്ട് ഇതിൽ ഏത് കറക്റ്റ് പെയർ ഏതാണ്, BC തരും, BD തരും, BA തരും. അപ്പം ഏതാണ് കറക്റ്റ് പെയർ, വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻസിന്റെ കറക്റ്റ് പെയർ ഏതാണെന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് അറിയണമെങ്കിൽ അടക്കം നോട്ടിന്, അടക്ക് എന്താണ് ഫാറ്റ് സോല്യൂബിൾ ആണ്, B and C എന്താണ് വാട്ടർ സോല്യൂബിൾ ആണ്. These include തൈമിൻ, അതായത് B1, റൈബോഫ്ലേവിൻ അതായത് വൈറ്റമിൻ B2, നിയാസിൻ വൈറ്റമിൻ B3, പാന്തോതെനിക് ആസിഡ് വൈറ്റമിൻ B5, പൈറിഡോക്സിൻ വൈറ്റമിൻ B6, ബയോട്ടിൻ, ഫോളിക് ആസിഡ് ആൻഡ് കൊബാലമീൻസ്. ഇതെല്ലാം എന്താണ്, ഇതിലൂടെ എല്ലാം കൂടെ ചേരുന്നതാണ് വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് വൈറ്റമിൻ കെ. വൈറ്റമിൻ കെ അല്ലെങ്കിൽ എന്താണ് ഫൈലോക്വിനോൺ, അതാണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. അതിൻ്റെ K1 ഉണ്ട്, K2 ഉണ്ട്, K3 ഉണ്ട്. അതിൻ്റെ ജസ്റ്റ് സ്ട്രക്ചർ ഒന്ന് ഓർത്തിരിക്കുക, എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കുക. ഇത് ബയോട്ടിൻ. ബയോട്ടിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വൈറ്റമിൻ B7 ആണ് ബയോട്ടിൻ. അതുപോലെ തന്നെ എന്താണ് ഒരുപാട് മെറ്റബോളിക് പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ ആണ് ബയോട്ടിൻ. അതായത് നമ്മുടെ ഹ്യൂമൻസിലാണെങ്കിലും അതർ ഓർഗാനിസത്തിലാണെങ്കിലും ഒക്കെ എന്താണ് നമ്മുടെ ഫാറ്റിനെ യൂട്ടിലൈസ് ചെയ്യാനും അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സിനെ യൂട്ടിലൈസ് ചെയ്യാനും അമിനോ ആസിഡ്സിന്റെ പ്രോസസ്സിനും ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിറ്റാമിൻ ആണ് ബയോട്ടിൻ എന്ന് പറയുന്നത്. അപ്പം ഇത്രയും പഠിച്ച വൈറ്റമിൻസ് നമ്മൾ ആദ്യം പഠിച്ചു, ടെർപ്പിനോയിഡ്സിനെ കുറിച്ച് പഠിച്ചു. ആ ടെർപ്പിനോയിഡ്സ് എന്താണ്, അവരുടെ ക്ലാസിഫിക്കേഷൻ പഠിച്ചിരിക്കുക. പിന്നെ ആൽക്കലോയിഡ്സ്, ലിപ്പിഡ്സ് പഠിക്കുക, വൈറ്റമിൻസ് പഠിക്കുക. നമ്മളിതെല്ലാം എങ്ങനെയാണ് ഫ്ലവോൺസ് ആൻഡ് ഐസോഫ്ലവോൺസ് അതിൻ്റെയൊക്കെ സ്ട്രക്ചർ, അതുപോലെ തന്നെ ക്യാംഫറും ആൽഫ പനിൻ സ്ട്രക്ചേഴ്സ് ഒക്കെ ഓർത്തിരിക്കുക. പിന്നെ ഈ ഓരോ വൈറ്റമിൻസിൻ്റെയും കെമിക്കൽ നെയിം ഓർത്തിരിക്കുക. ഇത്രയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഈ ഭാഗത്ത് പഠിക്കേണ്ടത്. വളരെ എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് നാച്ചുറൽ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ സിലബസിൽ കണ്ടില്ല, അതായത് കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ എന്താണ് അമിനോ ആസിഡ്സ് ഒന്നും നിങ്ങളുടെ സിലബസിൽ പറഞ്ഞു കണ്ടില്ല. നമുക്ക് ഇപ്പോൾ എന്താണ് ഇതിൻ്റെ കൂടെ തന്നെ കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാം. സിലബസിൽ പ്രത്യേകം എടുത്ത് പറയുന്നില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഭാഗത്തുനിന്നും വരാൻ ചാൻസ് ഉണ്ട്. കാർബോഹൈഡ്രേറ്റ്സിനെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. കാർബോഹൈഡ്രേറ്റ്സ് നമുക്കറിയാം എന്താണ്, ഗ്ലൂക്കോസിൻ്റെ ഒക്കെ കാര്യം അറിയാം. അപ്പം നിങ്ങൾക്ക് ഒരു പക്ഷേ ബേസിക് ആയിട്ട് അറിയാം, +2 ലെവൽ നമ്മൾ പഠിക്കുന്നത് ആയതുകൊണ്ടാവും നമ്മുടെ സിലബസിൽ അത് ഉൾക്കൊള്ളിക്കാഞ്ഞത്. അപ്പോൾ ഓർത്തിരിക്കുക കാർബോഹൈഡ്രേറ്റ്സ് അതിനെ നമുക്ക്, അതായത് കാർബണും H2O, അതായത് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും അല്ലേ, CnH2.
H2O n ടൈംസ്. ഈ ഒരു രീതിയിലുള്ള കോമ്പിനേഷൻ n എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് ഏതെങ്കിലും ഇൻഡിജേഴ്സ് ആവാം അല്ലേ? അപ്പം ഈ ഒരു കോമ്പിനേഷന് വരുന്ന കോമ്പൗണ്ട്സ് ആണ് എന്താണ് ബയോമോളിക്യൂൾസിനെ പറഞ്ഞ പേരാണ് എന്ത്? കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം. മോണോസാക്കറൈഡ്സ്, ഡൈസാക്കറൈഡ്സ്, ഒളിഗോസാക്കറൈഡ്സ് ആൻഡ് പോളിസാക്കറൈഡ്സ്. അങ്ങനെ പലതായിട്ട് നമുക്ക് ഈ കാർബോഹൈഡ്രേറ്റ്സിനെ എന്ത് ചെയ്യാം? ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ആണ് മോണോസാക്കറൈഡ്സ്. എന്താണ് മോണോസാക്കറൈഡ്സ്? മോണോസാക്കറൈഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്കത് ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ സിമ്പിൾ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നില്ലെങ്കിൽ അത്തരം കാർബോഹൈഡ്രേറ്റ്സിനെ പറഞ്ഞ പേരാണ് എന്ത്? മോണോസാക്കറൈഡ്സ്. മോണോസാക്കറൈഡ്സ് വിൽ നോട്ട് ഗീവ് എനി അതർ സിമ്പിൾ കോമ്പൗണ്ട്സ് ഓൺ ഹൈഡ്രോളിസിസ്. ഇത് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യത്തില്ല? മറ്റ് സിമ്പിൾ കോമ്പൗണ്ട്സ് തരികയില്ലെങ്കിൽ അത്തരം കാർബോഹൈഡ്രേറ്റ്സിനെ പറയുന്ന പേരാണ് എന്ത്? മോണോസാക്കറൈഡ്സ്. മോണോസാക്കറൈഡ്സിനെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് ആൾഡോസും കീറ്റോസും. അപ്പൊ എന്താ ഓർത്തിരിക്കുക? കാർബോഹൈഡ്രേറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഓർത്തിരിക്കുക. ഇനി അതിൽ ഫസ്റ്റ് വൺ ആയ മോണോസാക്കറൈഡ്. മോണോസാക്കറൈഡ് എന്താണ്? നോ സിമ്പിൾ കോമ്പൗണ്ട്സ് ഓൺ ഹൈഡ്രോളിസിസ്. നമുക്ക് പിന്നെ എന്താണ്? ഫർദർ സിമ്പിൾ കോമ്പൗണ്ട്സ് ഒന്നും കിട്ടുന്നില്ല. ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് മറ്റ് സിമ്പിൾ കോമ്പൗണ്ട്സ് കിട്ടുന്നില്ല. അതാണ് ലാസ്റ്റ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ആണ് മോണോസാക്കറൈഡ്സ്. ഇനി മോണോസാക്കറൈഡ്സിനെയും രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ആൾഡോസ് എന്നും കീറ്റോസസ് എന്നും. ആൾഡോസസ് എന്ന് വെച്ചാൽ എന്താണ്? അവിടെ ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടാവും. പ്രസൻസ് ഓഫ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? ആൾഡോസ് എന്നും. ഇനി കീറ്റോ ഗ്രൂപ്പ് ആണുള്ളെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? കീറ്റോസസ് എന്നും. അപ്പം കീറ്റോ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എന്താണ്? അവിടെ കീറ്റോസസ് എന്ന് നമുക്ക് പറയാം. ഇനി വിത്ത് റെസ്പെക്ട് ടു കാർബൺ ആറ്റം ദി ആൾഡോസസ് ആർ ഡിവൈഡഡ് ആസ് ട്രയോസ്, ടെട്രോസ്, പെൻഡോസ്, ഹെക്സോസ്. അങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. നമുക്ക് നമ്മളുടെ കയ്യിലുള്ള മോണോസാക്കറൈഡ്സിന്റെ അതിനകത്ത് ആൽഡിഹൈഡ് ഉണ്ട്. ആ ആൽഡിഹൈഡും അതുപോലെ തന്നെ അവരുടെ നമ്പർ ഓഫ് കാർബൺ ആറ്റംസും വെച്ച് നമുക്ക് ഈ ആൾഡോസിനെ വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ആൾഡോസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ആൾഡോസിനെ നമുക്ക് ട്രയോസസ്, ടെട്രോസസ്, പെൻഡോസസ്, ഹെക്സോസസ്, അങ്ങനെ നമുക്ക് വീണ്ടും ഫർദർ ക്ലാസിഫിക്കേഷൻ ചെയ്യാം. അപ്പം നിങ്ങൾ ഓർത്തിരിക്കുക കാർബോഹൈഡ്രേറ്റ്സ് എന്താണ്, അവരുടെ ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോണോസാക്കറൈഡ്സ് ആണ്. അതിനെ തന്നെ നമുക്ക് ആൾഡോസ് എന്നും കീറ്റോസ് എന്നും വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ആണ് ട്രയോസസ്. ട്രയോസസിന് എന്താണ്? 3 കാർബൺ ആറ്റം ആണ് ഉള്ളതെങ്കിൽ നമ്മൾ അത്തരം മോണോസാക്കറൈഡിനെ പറഞ്ഞ പേരാണ് എന്ത്? ട്രയോസസ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്ട്രക്ചർ ഓർത്ത് വെക്കുക. അതിന്റെ എക്സാമ്പിൾ ആണ് എന്ത്? ഗ്ലിസർ ആൽഡിഹൈഡ് ആണ് അതിന്റെ എക്സാമ്പിൾ. ട്രയോസ് എന്ന് വെച്ചാൽ 3 കാർബൺ ആറ്റം ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് ഇതിന്റെ ബേസിക് സ്ട്രക്ചർ. CH2OH. ഇവിടെ എന്താണ്? ഒരു C ഉണ്ട്. ഇവിടെ എന്താണ്? നമ്മൾ പറഞ്ഞു ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടാവും അല്ലേ? അപ്പൊ CHO ഉണ്ട്. ഇവിടെ എന്താണ്? Hഉം OHഉം ആണ്. ഇതാണ് എന്ത്? നമുക്കറിയാം ഇത് ട്രയോസസ് എന്ന് പറയുന്നത് എന്താണ്? 3 കാർബൺ ആറ്റം ഉള്ളത് കൊണ്ടാണ് ഇവരെ ട്രയോസസ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ പറയുന്ന പേരെന്താണ്? ഡി ഗ്ലിസറാൾഡിഹൈഡ് എന്നാണ് പറയുന്നത്. ഡി ഗ്ലിസറാൾഡിഹൈഡ് എന്തുകൊണ്ട് പറയുന്നു? അതായത് നമ്മൾ ഫിഷർ പ്രൊജക്ഷൻ പറയുമ്പോൾ ഹൈഡ്രജൻ, അതായത് ലാസ്റ്റ് ഈ ഭാഗത്തുള്ള ഈ CH2OH CH ഈ ഒരു ഭാഗത്തുള്ള ഹൈഡ്രജൻ എന്താണ്? ലെഫ്റ്റ് സൈഡിലാണ് ഉള്ളതെങ്കിൽ നോക്കുക, ഏതൊരു സ്ട്രക്ചർ എടുത്താലും നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഹൈഡ്രജൻ ഉള്ളത് എങ്കിൽ ആ കോൺഫിഗറേഷനെ പറഞ്ഞ പേരാണ് എന്ത്? ഡി ഗ്ലിസറാൾഡിഹൈഡ്. ഡി കോൺഫിഗറേഷൻ എന്ന് പറയാം. അപ്പൊ എന്താണ്? ഫിഷർ പ്രൊജക്ഷനിൽ ഹൈഡ്രജൻ ലെഫ്റ്റ് സൈഡിലാണ്, ലോവസ്റ്റ് പാർട്ടിലുള്ള ഹൈഡ്രജൻ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ അന്നേരമുള്ള കോൺഫിഗറേഷൻ എന്തായിരിക്കും? ഡി കോൺഫിഗറേഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ട്രയോസിനെ നമുക്ക് എന്തെന്ന് പറയാം? ഡി ഗ്ലിസറാൾഡിഹൈഡ് എന്ന് പറയാം. അപ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് എൽ ഗ്ലിസറാൾഡിഹൈഡ് പറയുന്നത്? ഇതുപോലെ തന്നെ CH2OHഉം CHO 3 കാർബൺ ആറ്റം ആണ് ഉള്ളത്. അപ്പൊ CH2OHഉം CHOയും കൊടുക്കുക. ഇവിടെ റൈറ്റ് സൈഡിലാണ് ഹൈഡ്രജൻ എങ്കിൽ എന്ത് നമുക്ക് പറയാം? ഇതിനെ എൽ ഗ്ലിസറാൾഡിഹൈഡ് എന്ന് പറയാം. എൽ ഗ്ലിസറാൾഡിഹൈഡ് ആണ് ഇത്. ഇതെന്താണ്? ഇതും ഒരു ട്രയോസ് ആണ്. ഇനി അടുത്തതാണ് എന്ത്? ടെട്രോസസ് എന്ന് വെച്ചാൽ നമുക്ക് പേരിൽ നിന്ന് ടെട്ര എന്ന് പറയുമ്പോൾ എന്താണ്?
ടെട്ര എന്ന് പറയുമ്പോൾ 4 കാർബൺ ആറ്റം ആണെങ്കിൽ അതാണ് എന്ത്? ടെട്രോസസ്. അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, ഇത്രയും എന്താണ് എല്ലാ എന്താണ് നമ്മുടെ മോണോസാക്കറൈഡ്സിനകത്തും ഈ ഒരു ഭാഗം ഉണ്ടാകും. ഇവിടെ HOH, ഇവിടെ CH ഉണ്ടാവും. ഇനി അടുത്ത കാർബൺ ആറ്റംസ് നമ്മൾ ഇവിടെയാണ് അറേഞ്ച് ചെയ്യുന്നത്. നോക്കുക, 1 2 3 4 ഇങ്ങനെ 4 കാർബൺ ആറ്റമാണ്. ഇനി അതുപോലെ ഈ ഒരു പാർട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു പാർട്ട് വെച്ചിട്ടാണ് നമ്മൾ D ആണോ അതല്ല എന്താണോ എന്ന് പറയുന്നത്, D ആണോ അതല്ലെങ്കിൽ L ആണോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് ഇവിടെ അറിയാം ലെഫ്റ്റ് സൈഡിലാണ് H വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഇത് D കോൺഫിഗറേഷൻ ആയി. ഇനി നോക്കുക, ഇത് സിമെട്രിക് ആയിട്ട് ബോത്ത് ഹൈഡ്രജൻ ലെഫ്റ്റ് സൈഡിലാണ്, 2 ഹൈഡ്രജൻ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഈ ഒരു കോംബോ, ഈ ഒരു ടെട്രോസിനെ പറയുന്ന പേരാണ് എന്ത്? എറിത്രോസ്. ഇതിനെ പറഞ്ഞ പേരെന്താണ്? എറിത്രോസ്. അപ്പോൾ ടെട്രോസിനെ തന്നെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ആണ് എറിത്രോസ്. എറിത്രോസ് എന്താണ്? നമ്മളുടെ 2 ഹൈഡ്രജനും ഒരേ സൈഡിലാണ്, ലെഫ്റ്റ് സൈഡിലാണെങ്കിലാണ് ഡി എറിത്രോസ് ആകുന്നത്. ഇനി നെക്സ്റ്റ് സ്ട്രക്ചർ CH2OH CHO. ഈ ഭാഗം അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായി? ഡി ഫോമിലായി. ഇവിടെ എച്ചും OH എന്ത് ചെയ്യുക? റിവേഴ്സ് ചെയ്യുക. ഇങ്ങനെ എച്ചും OHും ഓപ്പോസിറ്റ് സൈഡിലാണ്, അല്ലെങ്കിൽ എന്താണ് എച്ചും OHും ആണ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് വരുന്നതെങ്കിൽ ഇതിനെ പറയുന്നത് ഡി ത്രിയോസ്. ഡി ത്രിയോസ്. അപ്പോൾ ഓർക്കുക, എന്താണ് ഗ്ലിസറാൾഡിഹൈഡ് എന്ന് ഓർക്കുക, എങ്ങനെയാണ് DL കോൺഫിഗറേഷൻ പറയുന്നത് എന്ന് ഓർക്കുക. അതാണ് ത്രയോസിന്റെ കാര്യം. രണ്ടാമത്തെ ടെട്രോസിന്റെ കാര്യം വരുമ്പോൾ എന്താണ്? 4 കാർബൺ ആണ്. അവിടെ 2 ഡി കോൺഫിഗറേഷനിലുള്ളതുകൊണ്ട് എന്താണ്? ഡി ത്രിയോസും ഉണ്ട്, ഡി എറിത്രോസും ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ നെയിമിംഗ് കൊടുക്കുന്നതെന്നും അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് വൺ ആണ് പെൻഡോസസ്. പെൻഡോസസ്. പെൻഡോസസിനെ നമുക്ക് ഇതുപോലെ പല സ്ട്രക്ചർ വരയ്ക്കാം. എപ്പോഴും ഓർക്കുക, എല്ലാം ഡി ഫോർം കോൺഫിഗറേഷൻ ആണ്. അപ്പം ആ ഒരു കാർബണിനെ വെച്ചിട്ട് ബാക്കിയെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇവിടെ CH2OH HOH എല്ലാം എന്താണ്? സിമെട്രിക് ആണ്, എല്ലാം ഒരേപോലെയാണെങ്കിൽ ഇതൊരു സ്ട്രക്ചറാണ്. നമുക്ക് സ്ട്രക്ചർ എല്ലാം ആദ്യം വരയ്ക്കാം. രണ്ടാമത്തെ സ്ട്രക്ചർ വരുമ്പോൾ ഇത് നേരെയാണ് വരയ്ക്കേണ്ടത്. CH2OH, ഈ ഒരു ഭാഗം എപ്പോഴും ഡി കോൺഫിഗറേഷൻ അതുപോലെ തന്നെ ഇരിക്കും, ബാക്കി നമുക്ക് ചേഞ്ച് ചെയ്യാം. OH ഫസ്റ്റ്, അതായത് CHO കഴിഞ്ഞുള്ള ഫസ്റ്റ് കാർബണിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. മറ്റേത് രണ്ടും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. ഇത് രണ്ടാമത്തെ സ്ട്രക്ചർ. മൂന്നാമത്തെ സ്ട്രക്ചർ. എപ്പോഴും ഈ ഒരു ഭാഗം ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. മൂന്നാമത്തെ സ്ട്രക്ചർ എന്താണ്? സെക്കൻഡ് കാർബൺ നമുക്ക് ചേഞ്ച് ചെയ്യാം, മറ്റേത് രണ്ടും ഒരുപോലെ തന്നെ വെക്കാം. ആൻഡ് നാലാമത്തെ സ്ട്രക്ചർ ആണ്, എങ്ങനെ വരയ്ക്കാം? ഇവിടെ ഇതുപോലെ തന്നെ കീപ്പ് ചെയ്യുക. മറ്റ് 2 കാർബൺ, ഒന്നാമത്തെയും രണ്ടാമത്തെയും കാർബൺ എന്ത് ചെയ്യുക? അത് റിവേഴ്സ് ചെയ്യുക. ഇനി 4 രീതിയിൽ നമുക്ക് ഈ പെൻഡോസസിനെ നമുക്ക് വരയ്ക്കാം. ഇനി ഇവരുടെ നെയിമിംഗ് ഓർത്തിരിക്കാം. എല്ലാം ഒരേപോലെ, എച്ച് എല്ലാം ഒരേ സൈഡിലാണെങ്കിൽ ഇതിനെ പറഞ്ഞ പേരാണ് എന്ത്? ഡി റൈബോസ്. പേര് ഓർത്തിക്കുക, ഡി റൈബോസ് ആണ് ഇതിന്റെ പേര്. ഇനി ഫസ്റ്റ് കാർബൺ ആറ്റം ആണ് ചേഞ്ച് ചെയ്തതെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് എന്ത്? ഡി അറബിനോസ്. ഡി അറബിനോസ്. ഫസ്റ്റ് കാർബണിനാണ് ചേഞ്ച് എങ്കിൽ എന്ത് പറയാം? ഡി അറബിനോസ്. ഇനി സെക്കൻഡ് കാർബണിന് മാത്രമേ ചേഞ്ച് ഉള്ളെങ്കിൽ അതെന്താണ്? ഡി സൈലോസ്. ഡി സൈലോസ്. ആൻഡ് എന്താണ്? ഒന്നിനും രണ്ടിനും ചേഞ്ച് ഉണ്ടെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് എന്ത്? ലിക്സോസ്. അപ്പോൾ പെൻഡോസ് ഷുഗറിന്റെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ നെയിമിങ്ങും ഓർത്തിരിക്കുക, എങ്ങനെയാണ് ആ നെയിം ചേഞ്ച് ചെയ്യുന്നതെന്നും അറിഞ്ഞിരിക്കുക. അടുത്തയാണ് ആൾഡോ ഹെക്സോസസ്. നമ്മൾ പെൻഡോസ് പറഞ്ഞു, ഇനി നമുക്ക് ആൾഡോ ഹെക്സോസസ് പഠിക്കാം. ഹെക്സോസസ് ആകുമ്പോൾ എന്താണ്? അവിടെ 6 കാർബൺ ആറ്റം ആയിരിക്കും ഉണ്ടാവുക. ഇതുപോലെ തന്നെ നമുക്ക് വരയ്ക്കാം ഓരോന്നും. 1 2 3 4 5 6. ഓക്കെ, ഇവിടെയും
ലാസ്റ്റ് കാർബൺ ആറ്റം ഏറ്റവും ലോവസ്റ്റ് പാർട്ട് ഇതുപോലെ തന്നെ വെക്കുക. ബാക്കിയെല്ലാം സിമെട്രിക് ആയിട്ട് നമുക്ക് എഴുതാം. പിന്നെ ഓരോന്നിലും ചെയ്യേണ്ടത് ഓരോ കാർബൺ വെച്ച് ചേഞ്ച് ചെയ്ത് വേണം. ഇവിടെ CH2OH ആണ്, ഇവിടെ CH. ഓരോ കാർബൺ ആദ്യം ഫസ്റ്റ് കാർബൺ ചേഞ്ച് ചെയ്യണം, പിന്നെ സെക്കൻഡ് കാർബൺ, പിന്നെ തേർഡ് കാർബൺ, പിന്നെ എന്താണ് 1ഉം 2ഉം ചേഞ്ച് ചെയ്യാം. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചേഞ്ച് ചെയ്ത് നമുക്ക് കൊണ്ടുവരാം. 1ഉം 2ഉം ചേഞ്ച് ചെയ്യണം, പിന്നെ 2ഉം 3ഉം ചേഞ്ച് ചെയ്യണം, പിന്നെ എന്താണ് 1ഉം 3ഉം ചേഞ്ച് ചെയ്യണം, പിന്നെ 3ഉം ചേഞ്ച് ചെയ്യണം. അങ്ങനെ നമുക്ക് എത്രയാണ് ടോട്ടൽ 8 സ്ട്രക്ചർ കിട്ടും. അതിൻ്റെ എല്ലാം പേര് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് രണ്ടാമത് എന്ത് ചെയ്യാം? രണ്ടാമത്തെ സ്ട്രക്ചറിനകത്ത് ഒന്നാമത്തെ കാർബണിന് മാത്രം ചേഞ്ച് വരുത്താം, ബാക്കിയെല്ലാം അതുപോലെ തന്നെ എഴുതാം. HOH OH H CH. മൂന്നാമത്തേതാണ് CH2OH. എന്ത് ചെയ്യുക? രണ്ടാമത്തെ കാർബണിന് ചേഞ്ച് ചെയ്യുക, ബാക്കിയെല്ലാം അതുപോലെ തന്നെ എഴുതാം. മൂന്നാമത് വരുമ്പോഴോ മൂന്നാമത്തെ കാർബൺ ചേഞ്ച് ചെയ്യുക, ബാക്കി എല്ലാ സ്ട്രക്ചറും അതുപോലെ തന്നെ വരും. ഇത് നമുക്ക് വളരെ എളുപ്പമായിട്ട് തോന്നും ഇപ്പം, പക്ഷെ നമുക്ക് ഈ പേരുകളെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോവും. അതുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ പഠിക്കുക, അല്ലെങ്കിൽ വളരെ എന്താണ് ബുദ്ധിമുട്ടായിട്ട് തോന്നാവുന്ന, എക്സാം ഹോളിൽ ഭയങ്കര കൺഫ്യൂഷൻ തോന്നാവുന്ന ഒരു ഭാഗമാണിത്. അപ്പോൾ നല്ലപോലെ തന്നെ പഠിക്കുക. പക്ഷെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല എളുപ്പത്തിൽ തന്നെ വളരെ അധികം സമയം പോകാതെ തന്നെ നമുക്ക് ആൻസർ സ്കോർ ചെയ്യാം. അപ്പോൾ ഓർത്തിരിക്കുക, ഇതിൻ്റെ എല്ലാം എന്താണ് ഈ ഒരു ലോസ്റ്റ് പാർട്ട് ഡി കോൺഫിഗറേഷൻ ആണ് അല്ലേ? അപ്പം ഇതെല്ലാം ഡി ആണ്. അപ്പം ഫസ്റ്റ് എല്ലാം സിമെട്രിക് ആണെങ്കിൽ ഉള്ള പേരാണ് എന്ത്? ഡി അല്ലോസ്. ഡി അല്ലോസ്. ഫസ്റ്റ് കാർബണിന് ചേഞ്ച് വരുന്നെങ്കിൽ എന്താണ്? ഡി ആൾട്രോസ്. ഡി ആൾട്രോസ്. സെക്കൻഡ് കാർബണിനാണ് ചേഞ്ച് എങ്കിൽ ഡി ഗ്ലൂക്കോസ്. ഡി ഗ്ലൂക്കോസ്. അപ്പോൾ ഡി ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ ഓർത്തിരിക്കുക. ഇനി തേർഡ് കാർബണിന് ചേഞ്ച് എങ്കിൽ എന്താണ്? ഡി ഗുലോസ്. ഡി ഗുലോസ്. അപ്പോൾ ഇത്രയും സ്ട്രക്ചർ വരയ്ക്കുക. എന്താണ്? അല്ലോസ്, ആൾട്രോസ്, ഗ്ലൂക്കോസ് ആൻഡ് ഗുലോസ്. ഇനി 2 കാർബൺ വെച്ച് ചേഞ്ച് ചെയ്യണം. ആദ്യം 1ഉം 2ഉം, പിന്നെ എന്താണ് 1ഉം 3ഉം, പിന്നെ എന്താണ് ആദ്യം 1ഉം 2ഉം, പിന്നെ 2ഉം 3ഉം, പിന്നെ 1ഉം 3ഉം, പിന്നെ 3 എണ്ണവും ചേഞ്ച് ചെയ്യണം. ഈ രീതിയിലാണ് നെക്സ്റ്റ് അറേഞ്ച്മെന്റ്. CH2OH ഇവിടെ അതുപോലെ നിർത്തുക. എന്ത് ചെയ്യുക? 1ഉം 2ഉം മാത്രം ചേഞ്ച് ചെയ്യുക. 1ഉം 2ഉം ചേഞ്ച് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് സ്ട്രക്ചർ. രണ്ടാമത് എന്താണ് ചെയ്യേണ്ടത്? 2ഉം 3ഉം ചേഞ്ച് ചെയ്യാം. 2ഉം 3ഉം മാത്രം ചേഞ്ച് ചെയ്യുക, ബാക്കിയെല്ലാം അതുപോലെ വെക്കാം. അടുത്തതിനകത്ത് 1ഉം 3ഉം ചേഞ്ച് ചെയ്യാം. 1ഉം 3ഉം ചേഞ്ച് വരുന്നു. 2 അതുപോലെ തന്നെ എഴുതാം. ഇനി അടുത്ത കേസ് വരുമ്പോൾ എന്താണ്? ലോവസ്റ്റ് പാർട്ട് ഒഴികെയുള്ള ബാക്കി 3 കാർബണിനെ എന്ത് ചെയ്യുക? ചേഞ്ച് ചെയ്യുക. ഇനി ഇതിന്റെ നമുക്കറിയാം എല്ലാം ലോവസ്റ്റ് പാർട്ട് ഒരേ കോൺഫിഗറേഷൻ, എല്ലാം ഡി കോൺഫിഗറേഷൻ തന്നെയാണ്. ഫസ്റ്റിന്റെ പേരാണ് എന്ത്? ഡി മന്നോസ്. ഡി മന്നോസ് ആണ് ഫസ്റ്റ് കോൺഫിഗറേഷൻ. സെക്കൻഡ് എന്താണ്? ഡി ഗാലക്ടോസ്. ഡി ഗാലക്ടോസ്. തേർഡ് വൺ ആണ് ഡി ഡിയോസ്, ഐഡോസ്, ഡി ഐഡോസ് ആൻഡ് ഡി ടാലോസ്. ഇത്രയാണ് സ്ട്രക്ചർ. ഹെക്സോസിന്റെ സ്ട്രക്ചേഴ്സ് ആണ് ഇതും. എല്ലാ സ്ട്രക്ചറും പഠിച്ചിരിക്കുക, അതിന്റെ എല്ലാം പേരും. നമുക്ക് മെയിൻ ആയിട്ടുള്ളത് മന്നോസ് അറിഞ്ഞിരിക്കണം, ഗാലക്ടോസ് അറിയണം, ഗ്ലൂക്കോസ് അറിയണം. ഇതെങ്കിലും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക. എല്ലാ സ്ട്രക്ചറും പഠിക്കുക, എങ്ങനെയാണ് വേരിയേഷൻ വരുന്നതെന്ന് അറിയുക.
ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരച്ച് തന്നെ പഠിക്കേണ്ട സ്ട്രക്ചറാണ് ഗ്ലൂക്കോസ്, മന്നോസ് ആൻഡ് ഗാലക്ടോസ്. അടുത്തയാണ് കീറ്റോ ഹെക്സോസസ്. കീറ്റോ ഹെക്സോസിനൊരു എക്സാമ്പിൾ ആണ് എന്ത്? ഫ്രക്ടോസ്. ഫ്രക്ടോസിൽ ഡി ഫ്രക്ടോസ്. എന്താണ് ഡി ഫ്രക്ടോസ് നമുക്ക് നോക്കാം. ഇവിടെ എന്താണ്? ഹെക്സോസ് ആണ്, കീറ്റോ ഹെക്സോസസ് ആണ്. അപ്പം കീറ്റോ ഹെക്സോസ് നമുക്കറിയാം ഒരു കീറ്റോ ഗ്രൂപ്പ് എപ്പോഴും എന്ത് ടെർമിനൽ വരില്ല. അപ്പം എന്താണ്? ഇൻ ബിറ്റ്വീനെ കീറ്റോ ഗ്രൂപ്പ് വരുള്ളൂ. അപ്പോൾ ഒരു കീറ്റോ ഗ്രൂപ്പ് വന്നു, ബാക്കിയെല്ലാം എന്ത് വേണം? കാർബൺ വേണം. അപ്പോൾ ഇവിടെ ഒരു CH2OH, ഡി ആയതുകൊണ്ട് H ഈ സൈഡിലും OH ഈ സൈഡിലും. ഇനി എത്ര കാർബൺ വേണം? 1 2 3 4 5 6. ഇവിടെ എന്ത് വരും? ഒരു CH2OH തന്നെ വരും. ഇതാണ് എന്ത്? ഡി ഫ്രക്ടോസിന്റെ സ്ട്രക്ചർ. ഇനി നമ്മൾ എല്ലാ മോണോസാക്രൈഡ്സും നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോണോസാക്രൈഡ് ഏതാണ്? ഡി ഗ്ലൂക്കോസും ഡി ഫ്രക്ടോസും ആണ്. ഡി ഗ്ലൂക്കോസും ഡി ഫ്രക്ടോസും ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ്? മോണോസാക്രൈഡ്സ്. ഇനി കൺഫർമേഷൻസ് ഉണ്ട്. എന്താണ്? ആൽഫ ഡി ഗ്ലൂക്കോസിന്റെയും ബീറ്റ ഡി ഗ്ലൂക്കോസും. അത്രയും കൂടി നമുക്ക് നോക്കാം. ഇതാണ് എന്താണ്? ചെയർ കൺഫർമേഷൻ. ഇതിന്റെ ആൽഫ ഡി ഗ്ലൂക്കോസും ബീറ്റ ഡി ഗ്ലൂക്കോസിന്റെയും സ്ട്രക്ചറും കൂടി അറിഞ്ഞിരിക്കുക. ഇതാണ് ആൽഫ ഡി ഗ്ലൂക്കോസ്. ആൽഫ ഡി പ്ലസ് ഗ്ലൂക്കോസ് ആണിത്. ഇനി ബീറ്റ വരുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണ്? ഇവിടെ വരുന്ന OHഉം ഇക്വറ്റോറിയലാകും. ബാക്കിയെല്ലാം അതുപോലെ തന്നെ കോൺഫിഗറേഷൻ. പക്ഷെ എന്താണ്? ഇവിടുത്തെ ആക്സിയൽ OH എന്തായി മാറും? അത് ഇക്വറ്റോറിയലാകും. അതാണ് നമ്മളുടെ ബീറ്റ ഡി ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ബീറ്റ ഡി ഗ്ലൂക്കോസ്. അപ്പം ഇതിന്റെ കൺഫർമേഷൻ ഓർത്തിരിക്കുക. ഇതാണ് മെയിൻ ക്ലാസിഫിക്കേഷൻ. പിന്നെ നമുക്ക് 12th നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓരോന്ന് എന്താണ്. ഇപ്പം ഡൈസാക്രൈഡ്സ് അല്ലെങ്കിൽ പോളിസാക്രൈഡ്സ് ഒക്കെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എന്ന് പഠിച്ചിട്ടുണ്ട്. അതും കൂടെ റെഫർ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഹൈഡ്രോളിസിസ് പ്രോഡക്റ്റും കൂടി അന്നേരം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.